എന്ത് മമ്മൂക്ക എന്ത് ലാലേട്ടൻ ഇതിനെക്കാട്ടും വലുതായിട്ട് തിളങ്ങി നിന്നല്ലേ പ്രേമസീർ അദ്ദേഹമൊക്കെ. വേണ്ട ഇപ്പോഴും ജീവനോടെ മധുസാർ ഇരിപ്പുണ്ടല്ലോ. എത്ര പേരെ ഫോട്ടോ എടുക്കാൻ പോകുന്നത്? സ്ത്രീക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടില് തുണിയുരിഞ്ഞ് മലന്ന് കിടന്നിട്ട് നെഞ്ചത്ത് കയറ്റി ചിത്രം വരപ്പിച്ചാൽ അത് സ്വാതന്ത്ര്യം അനുഭവിക്കലാണോ? അത് മീഡിയയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലോകത്തോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? കാണിക്കാൻ ആരാ അവകാശം തന്നത് തുണിയുരിഞ്ഞ് കാണിക്കാൻ? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വേറെയല്ലേ? മുഴപ്പും തഴപ്പും ഉള്ളവരെയൊക്കെ ഉദ്ഘാടനം വിളിക്കുക, അതിൽ പകുതി കാണിക്കുക, പകുതി കാണിക്കാതെ വെളിയിലിടുക, ക്രിയകൾ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട്. ഇതൊന്നും അല്ല, പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മീഡിയയോടും പറയാൻ പാടില്ല, വ്യക്തികളെയും പേരെടുത്ത് പറയാൻ പാടില്ല. ഒരിടത്തും ഒരു കാശ് തന്നില്ല പറ്റിച്ചു എന്ന് പറഞ്ഞ് അറിഞ്ഞിട്ട് പോലും കുത്തിന് പിടിക്കുകയോ തട്ടി ചോദിക്കുകയോ ചെയ്യാതെ വരണമെങ്കിൽ ഞാൻ എത്ര പഴമിഴുങ്ങിയാണ്, എത്ര പൊട്ടനാണ്. എല്ലാ പാരകളും എല്ലാ പറ്റിക്കൽ രാജാക്കന്മാരും എല്ലാ വൈകൃതങ്ങളും നമ്മുടെ നെഞ്ചത്തോട്ട് വരണമെങ്കിൽ അങ്ങനെ വിശാലമായിട്ട് താങ്ങാൻ കെൽപ്പുള്ളിടത്തെ ഭാരം വെച്ച് കൊടുക്കത്തുള്ളൂ ദൈവം. കേരളത്തിൽ ഒന്നും എന്തായാലും മമ്മൂക്കയും ലാലേട്ടനും ഇനി വരുന്ന പൃഥ്വിരാജും മറ്റുള്ള കുഞ്ചാക്കോ ഒന്നും മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കത്തില്ല, നടക്കത്തുമില്ല. ഇവിടെ കുറെ പൊട്ടന്മാരായിട്ടുള്ള മന്ദബുദ്ധികളായിട്ടുള്ള കുറെ ജനങ്ങളുണ്ട്. അത് മുതലാക്കാൻ ഇവർ എന്ത് തകൃതിയും കാണിക്കും. ഇവർക്ക് വേണ്ടത് പണം, പദവി, ഈ വരുമ്പോഴും പോകുമ്പോഴും എഴുന്നേക്കുകയും ചെവി കടിക്കുകയും നക്കുകയും വീശിക്കൊടുക്കുകയും താങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടമില്ലേ? അതില്ലാതെ ജീവിച്ചാൽ ശവം പോലെയാന്നുള്ളതുകൊണ്ട് സിനിമയിൽ നിന്ന് പെൻഷനായ നേരെ മുഖ്യമന്ത്രി കിട്ടുമോന്നും നോക്കിയുണ്ട് ഇവരങ്ങ് നടക്കുക. അത് തന്നെ പിന്തുടരുന്ന എല്ലാവരും. മമ്മൂക്കയാണ് ഡയറക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത്, നമ്മൾ ആവശ്യപ്പെടാതെയാണ്. നാരായണന്റെ യഥാർത്ഥ പേരൊന്ന് പറഞ്ഞേ. ശ്രീപാല ഗോപാല നാരായണൻ. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. നാരായണന്റെ യഥാർത്ഥ പേരൊന്ന് പറഞ്ഞേ. ശ്രീപാല ഗോപാല നാരായണൻ. ഇത് ആരാ ഈ പേരിട്ടെ ചോദിച്ചിട്ടുണ്ടോ? അപ്പ. എന്തുകൊണ്ടാ ഈ പേരിട്ടെ അപ്പയോട് ചോദിച്ചിട്ടുണ്ടോ? ഇഷ്ടാണോ ഈ പേര്? സ്കൂളിൽ എല്ലാരും ഇങ്ങനെ നീട്ടി വിളിക്കോ ശ്രീപാല ഗോപാല നാരായണ എന്നെ? ശ്രീപാലെന്ന് വിളിക്കും, അല്ലെങ്കിൽ നാരായണെന്ന് വിളിക്കും. വീട്ടില് നാരായണന്ന് വിളിക്കും. അപ്പൊ മൊത്തത്തിൽ ഒരു ഗുരുവായൂരപ്പം സുഹൃത്ത് മാത്രം ഗോപാലെന്ന് വിളിക്കും. എന്തായാലും 3 പേരുണ്ട്, ഇഷ്ടമുള്ള ആൾക്കാർക്ക്. പക്ഷെ അതിനകത്ത് ദൈവവശാൽ അത് വന്ന് നമുക്ക് ഇടാൻ പ്രേരിപ്പിച്ചൊരു പേരാണ്. അതില് അനുവിന്റെ അച്ഛന്റെ പേര്, എൻ്റെ അമ്മയുടെ അപ്പന്റെ പേര്. അമ്മയ്ക്ക് 78-80 വയസ്സുണ്ട്, അമ്മയുടെ അപ്പന്റെ പേര്. എൻ്റെ അപ്പന് 90 വയസ്സുണ്ടാവും ഇപ്പൊ ഉണ്ടെങ്കിൽ, അപ്പന്റെ അപ്പന്റെ പേര്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് നാരായണന് കിട്ടിയ ഒരു മോന് എല്ലാം കൂടെ ഇട്ടു. അപ്പോൾ നാരായണനുള്ള കാലവും അത് കഴിഞ്ഞും എൻ്റെ 3 തലമുറയ്ക്ക് മുമ്പുള്ളവരുടെ പേര് വരെ ധ്വനിച്ചുകൊണ്ടിരിക്കുമല്ലോ, ഇതിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമല്ലോ അല്ലേ? നാരായണനോട് ചോദിച്ചോ. നാരായണന്റെ കുറച്ച് കഴിവുകൾ ഞാൻ കണ്ടുപിടിച്ചു. കാരണം ഞങ്ങൾ വന്ന സമയത്ത് നാരായണൻ ഇരുന്ന് നാരായണന്റെ കൂട്ടുകാരനോട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നതായിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വെല്ലുവിളിയാവോ ആങ്കറൊക്കെ ഇരുന്ന് ചോദ്യം ചോദിക്കുന്ന പോലെ അതിനെപ്പറ്റി ചോദിക്കുന്നു, ഭയങ്കര ആധികാരികമായി സംസാരിക്കുന്നു. അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? മീഡിയ ഫീൽഡ് അച്ഛനെ പോലെ സിനിമയിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ മീഡിയയിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടോ? വെറുതെ ഇങ്ങനെ കൂട്ടുകാരോട് കളിക്കണാണ് അങ്ങനെ? നാടകത്തിലൊക്കെ അഭിനയിക്കും, സ്കൂളില് നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. മുല്ലപ്പൂമ്പടിയുടെ ഇതുണ്ടാവുമല്ലോ, പാട്ടിന് ചേരും, ഓടും, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ചേട്ടന് എന്ത് ക്വാളിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? പല പെൺകുട്ടികളുടെയും അന്നത്തെ ഒരു ചോക്ലേറ്റ് ഹീറോ ആയിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കല്യാണം കഴിച്ച ഒരാളാണ്. കേൾക്കട്ടെ, എന്താണ് അട്രാക്ട് ചെയ്യുന്നത്, എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചേട്ടന്റെ? കുടുംബം നോക്കും. ഭയങ്കര മെച്ചുവേർഡായിട്ട് ചിന്തിക്കുന്ന ഒരു ചേച്ചിയാണല്ലേ. വേറെ ഒന്നും ബാഹ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കുടുംബം നോക്കുന്നത്. ഇങ്ങനെ എവിടെയോ കേട്ടിട്ടുണ്ട്, അമ്മയെ നോക്കുന്നു, പെങ്ങളെ നോക്കുന്നു, കല്യാണ സമയത്ത് അത് വന്നപ്പോ പെട്ടെന്ന് അതാണ് ക്യാച്ച് ചെയ്തത്. നമ്മൾ അന്ന് ഈ പറഞ്ഞ പോലെ സിനിമ സീരിയൽ എന്നുള്ള ഒരു തിരിച്ചറിവോ ഇഷ്ടമോ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പെണ്ണ് കാണാൻ പോകുന്ന അമ്മയും പെങ്ങളെയും ഒരു കൂട്ടാനും ഒക്കെ ആയിട്ടാണ്, പിള്ളേരും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ത്രീധനം ആവശ്യപ്പെടാതെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു 50 പേരെ വിളിച്ച് ഒരു ചെറിയൊരു AC ഓഡിറ്റോറിയത്തിൽ 50 പേരെ ഉൾക്കൊണ്ട് ഒരു ചെറിയ രീതിയിൽ താലി കെട്ടി ആ മുഹൂർത്തം എനിക്ക് ഇമ്പോർട്ടൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് വിട്ടു. അവർ ലോകം മൊത്തം വിളിച്ച് എല്ലാ ആർട്ടിസ്റ്റുകളെയും വിളിച്ചിട്ടൊക്കെയാണ് അന്ന് കല്യാണം നടത്തിയത്. പക്ഷെ നമ്മൾ അന്നും സ്ത്രീധനം വാങ്ങിക്കാതെ, ചോദിക്കാതെ, അതൊക്കെ നമ്മുടെ ഒരു അന്ന് നമ്മുടെ ആ ഒരു തീരെ ഇല്ലാത്ത വാടക വീട്ടിലാണെന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. നമ്മൾ അന്ന് കത്തി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണല്ലേ, ഔട്ട്ലുക്ക് ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. ഇന്നൊന്നും ഇല്ലാത്തവനൊക്കെ 100 കാറും കിട്ടിയിട്ട് പിന്നെയും ശ്വാസം മുട്ടിക്കുന്നു, കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കതൊക്കെ ദൈവം തന്നൊരു ഗിഫ്റ്റാണ്. അതിനെയൊക്കെ അംഗീകരിക്കാൻ തോന്നിയിട്ടുണ്ടാവാം. പിന്നെ അനു പറഞ്ഞ പോലെ അടിസ്ഥാനം ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ വേഷമോ ജാതിയോ മതമോ ഉദ്യോഗമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആ വ്യക്തി സ്വന്തം അമ്മയും അച്ഛനെയും മര്യാദയ്ക്ക് നോക്കുന്നവരോ ബഹുമാനിക്കുന്നവരോ ഈ സ്വീകരിക്കുന്നവരോ ശുശ്രൂഷിക്കുന്നവരോ ആണെന്ന് തിരിച്ചറിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ തിരിച്ചറിയാം.
അതെ, ഇപ്പം ചേട്ടാ ഒരുപാട് ഇഷ്യൂസ് ഈ സ്ത്രീധനത്തിന്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാ. പിന്നെ ദുരഭിമാന കൊലകളാണെങ്കിലും കൂടിക്കൊണ്ടിരിക്കുന്ന സമയം. നമ്മുടെ കാലം ശരിക്കും പുറകോട്ടാ പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിന്ത കുറെ പുറകിലേക്ക് പോകുന്ന പോലെ ഇത്രയും 21-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ? അതിനകത്ത് കാര്യം എന്താ അറിയോ, ഇത് എല്ലാ കാലവും നടന്നിട്ടുള്ളതാണ്. ഒരു 50 വർഷം മുമ്പ് നോക്കിയാലും നിങ്ങൾക്ക് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ പറയാം, നിർത്തി കാമുകനെയും കാമുകയും തെങ്ങ കെട്ടിയിട്ട് കൂട്ടിയിട്ട് നാട്ട് നോക്കി കുഗ്രാമങ്ങളിൽ കത്തിച്ച സംഭവങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും, ചരിത്രത്തിൽ പണ്ടേ ഉണ്ട്. ഇത് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ മക്കൾ പറയുന്നില്ലേ, ടെക്നോളജി എന്ന് പറയുന്നില്ലേ, ആ ടെക്നോളജിയുടെ ഫലമായിട്ട് നമ്മൾ ആറ്റുനോറ്റ് കണ്ണേ കരളെന്നും പറഞ്ഞ് നിങ്ങൾക്ക് കുടുംബം നോക്കുന്നവരോട് ചോദിച്ചറിയാം. ഞാനൊക്കെ ഇന്നും പുറത്തു പോയി ഒരാൾ നോൺ കഴിക്കാതായിട്ട് വർഷങ്ങളായി, പക്ഷെ ഞാനൊക്കെ നോൺ കഴിക്കുന്ന കാലത്ത് ഒരാൾ നമുക്ക് കൂട്ടുകാരെവിടെയെങ്കിലും പോയി, അന്നുള്ള സുഹൃത്തുക്കൾ എവിടെയെങ്കിലും പോയി ഒരു ഫംഗ്ഷന് പോയി നല്ലൊരു ഫുഡ് വാങ്ങിച്ചു തന്നാൽ കഴിക്കാൻ മടിയാണ്, ഒന്നീ പൊതിഞ്ഞെടുക്കും, അല്ലെങ്കിൽ കഴിക്കാതെ വന്നിട്ട് ആ ഹോട്ടലിൽ പോയി വാങ്ങിക്കുന്ന കാശിന് 1 കിലോ ചിക്കൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടെ കൊടുത്ത് കഴിക്കും. 250 രൂപ അവിടെ കൊടുത്താൽ ഒരു പ്ലേറ്റേ കിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ എല്ലാ കുടുംബനാഥന്മാരും നിൽക്കുന്നത്, പുറത്തു പോയി സ്വന്തം ആഹാരമോ വേഷമോ ഭൂഷാദി എല്ലാം അച്ഛനമ്മ ക്രെഡിറ്റൊക്കെ അമ്മമാർക്കാണ്. അച്ഛന്മാരുടെ ത്യാഗവും നെഞ്ചലക്കലൊന്നും ആരും കാണത്തില്ല. അച്ഛന്മാർ പെണ്ണുങ്ങളെ പോലെ പൊട്ടി കരയത്തൊന്നുമില്ല, പക്ഷെ നീറിക്കൊണ്ടേയിരിക്കും, അംഗീകാരവും കിട്ടത്തില്ല. ഇപ്പോൾ ഇരുന്നാലും ഇപ്പോഴും നാരായണനെ വെച്ച് ഞാൻ പറയാം, നാരായണൻ അമ്മയുടെ കൂടെ കിടക്കുള്ളൂ, എൻ്റെ കൂടെ കിടക്കത്തില്ല. നാരായണൻ എൻ്റെ കൂടെ നിൽക്കത്തുമില്ല. ഞാൻ നോക്കിക്കോളാം, അമ്മയ്ക്ക് സുഖമില്ല, അമ്മ പോയിട്ട് വട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കത്തില്ല. അത് കുറ്റമല്ല. ജനറൽ ലോകവ്യാപകമായിട്ട് അമ്മമാരോടൊരു അറ്റാച്ച്മെൻറ്റ് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കും മക്കൾക്കും ഉണ്ടാവില്ല. അമ്മയുടെ നെഞ്ചത്ത് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വർഗീയത, മടിയിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം എവിടെ കിട്ടും? അത് സത്യമാണ്, ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യം കൂടെയല്ലേ. പക്ഷേ എല്ലാ അച്ഛന്മാർക്കും ഉണ്ടല്ലോ ഉള്ളിൽ ഈ വാത്സല്യം. പക്ഷേ അത് വെളി കാണിക്കാതെ ആർട്ടിഫിഷ്യലായിട്ട് ഗൗരവം നടിച്ച്, അതെന്തിനു വേണ്ടിയിട്ടാണ്? മക്കളെ ശാസിച്ച് വഷളാകാതിരിക്കാൻ വേണ്ടി. അച്ഛനോട് പറയുമെന്ന് പറഞ്ഞാൽ അച്ഛൻ അത്ര ഗൗരവം ഉണ്ടാവണം. അച്ഛനോട് പറഞ്ഞാൽ എനിക്ക് എന്ന് പറയുന്ന തരത്തിൽ അച്ഛനാവരുതല്ലോ. ആ ഒരു തുലനത്തിന് വേണ്ടിയിട്ടാണ്. അമ്മ ഫ്ലെക്സിബിൾ ആണെങ്കിൽ അച്ഛൻ കുറച്ച് റഫായി. ഇങ്ങനെ ഒരു തുലനം വെച്ചിട്ടാണ് മക്കളെ സ്ട്രെയിറ്റ് ആയിട്ട് നേര് വഴിക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഈ പെങ്ങളുടെ മക്കള്, ഈ മോൻ, ഇവരുടെയൊക്കെ ഗ്രഹനാഥനായിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമില് ഈ ഒരു സീരിയസ്നെസ് ഒരു മാസ്ക് ആയിട്ട് ആ ടൈമിൽ എടുത്ത് അണിഞ്ഞതാണോ ശരിക്കും? അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അത് ഞാൻ പറഞ്ഞിട്ടുള്ള അമ്മയും പെങ്ങളും 2 പിള്ളേരും, ഭർത്താവില്ല. അപ്പോൾ പിള്ളേർ കുഞ്ഞാണ്. അപ്പോൾ ജനിച്ച് വീണപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ എടുത്ത് വളർത്തുന്നതല്ലേ. അപ്പോൾ ഞാൻ അനുവിനെ പെണ്ണ് കാണാൻ പോകുമ്പോൾ പേഴ്സണലായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് 2 മക്കളുണ്ട് ഓൾറെഡി. നമുക്കൊരു കുഞ്ഞുണ്ടായാൽ 3ാമതായിരിക്കും. എനിക്ക് 10 രൂപ കിട്ടിയാൽ അത് 3ആയിട്ട് ഭാഗം ചെയ്യും. ഇതൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യം. അത്രത്തോളം ഞാൻ അച്ഛനായവനാണ് കൊച്ചിലെ. മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ജന്മം കൊണ്ടും ഞാൻ അച്ഛനായിട്ടാണ് സ്വീകരിച്ചത്. പക്ഷേ ക്ലൈമാക്സ് നമ്മൾ വെറുതെക്കാരനായിപ്പോയി, ഒന്നും ആയില്ല. 30 വർഷം നല്ലപോലെ ഈ കീടങ്ങളുടെ ഇടയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ അഗ്ലി വൈകൃത മനുഷ്യരുടെ ഇടയിൽ ചീഞ്ഞളിഞ്ഞതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുനിഞ്ഞു കൊടുത്തോ, നിവർന്നിരുന്നോ, തല നിവർക്കാൻ പറ്റിയോ, അറ്റാക്ക് വരാൻ നെഞ്ച് പൊട്ടിപ്പോയോ എന്നൊക്കെ അറിയാതെ പള്ളക്ക് ഇടിയും അതും ഇതൊക്കെ വാങ്ങി പറ്റിച്ചതിൻ്റെ 500 രൂപ ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിപ്പിച്ച് 30 വർഷം കളഞ്ഞത് ഓട്ടക്കടത്തി വെള്ളം കോരിയതുപോലെ ആയിപ്പോയി. അതും എന്താ വിധിയെന്നാണ് ഞാൻ പറയാം. ഇന്നവരാരും കൂടില്ല, ആരും കൂടെയില്ല, ആരുമായിട്ട് ബന്ധമില്ല. ഇപ്പം ഞാൻ 2.5 വർഷം 3 വർഷം ആകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ജീവിച്ച് തുടങ്ങുന്നു എന്ന് പറയുന്നത്. കാരണം അതുവരെ ഞങ്ങൾ സിനിമയ്ക്ക് പോകത്തില്ല, ഞങ്ങൾ മാത്രമായിട്ടൊന്നുമില്ല. അതുവഴി വരുമ്പോഴാണ് ഒരു 10 ബജി വാങ്ങിക്കൊണ്ട് വന്നാൽ ഇവിടെ അമ്മയിരിക്കും, പെങ്ങളിരിക്കും, അവിടെ അനുവിൻ്റെ മുറിയാണെങ്കിൽ ആ മുറിയിലേക്ക് ഒരെണ്ണം പോലും അങ്ങോട്ട് പോകുന്നില്ല, നേരെ അമ്മയുടെ കയ്യിൽ പോകും. അമ്മയാണ് അനുവിന് കൊടുക്കുന്നത്. ഇങ്ങനെ സിസ്റ്റമായിട്ട് അങ്ങനെയാണ് ജീവിച്ചത്. വിവാഹമൊന്നും വേണ്ടാന്നും പറഞ്ഞ് 38 വയസ്സ് വരെ സീരിയലിൽ നിങ്ങൾ കാണുന്ന കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ വിവാഹമില്ല, പ്രേമമില്ലാതെ ജീവിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ 38 വയസ്സുണ്ടായിരുന്നോ? പിന്നില്ലേ, അല്ല കല്യാണം കഴിക്കുന്നത് 38ാമത്തെ വയസ്സിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾ കാണുന്ന ആ ഫ്രീക്കിന് അന്ന് ഫ്രീക്ക് പെണ്ണുങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവരിലൊക്കെ നമുക്ക് ഇഷ്ടവും തോന്നിയിട്ടുണ്ട്, നമ്മളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. എന്നോട് ഈ കുട്ടികൾക്ക് തോന്നുന്നതിനേക്കാൾ ഉപരി കുട്ടികളുടെ കൂടെ വരുന്ന അമ്മമാർക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. മോളെ കെട്ടിച്ചു കൊടുക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് ചില അമ്മമാർ. കാരണം നമ്മൾ അത്രത്തോളം ബഹുമാനം ഈ അമ്മമാരോട് കാണിക്കും. ഇപ്പോഴും ഞാൻ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രായമായ അമ്മമാർ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലി അല്ലെങ്കിൽ പോലും അവിടെ എല്ലാവരും വർക്കിലും കമ്പ്യൂട്ടറിലും ഇങ്ങനെയായിരിക്കും. അവർ വന്ന് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് പോയി കസേര ഇട്ട് കൊടുക്കും, ഇരിക്കാൻ പറയും. വയസ്സായവർ 1 മണിക്കൂർ നിന്ന് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഷുഗർ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഞാൻ പോയി വെള്ളം എടുത്ത് കൊടുക്കും. ഇതൊക്കെ നമ്മുടെ രക്തത്തിൽ, എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്ന മര്യാദ പുറത്തേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്നെ എന്ത് വില്ലൻ വേഷം ചെയ്തെന്ന് പറഞ്ഞാൽ ഇന്നും ക്ഷേത്രങ്ങളിൽ എവിടെ ചെന്നാലും അമ്മമാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആക്ട്രസിൻ്റെ ഒക്കെ അമ്മമാർക്ക്
ഞാൻ ഭയങ്കര ബഹുമാനം കൊടുക്കും. എനിക്ക് എൻ്റെ സുവർണ്ണകാലം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുള്ള കാലത്ത് അമ്മയുടെ കുറേ കൂട്ടുകാരികളുണ്ടായിരുന്നു. ഭാരതി അമ്മ, പത്മാമ്മ, പിന്നെ ഗൗരി അമ്മ, അങ്ങനെ കുറച്ച് എൻ്റെ രണ്ട് മൂന്ന് 20-25 വർഷമായിട്ടുള്ള മുസ്ലിം സുഹൃത്തുക്കളാണ്. അവരുടെ ഉമ്മമാർ എല്ലാവർക്കും നമുക്ക് വലിയ കാര്യമാണ്, ഇഷ്ടമാണ് എന്നെ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബം നോക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്തിനാണ്. അല്ലാതെ ഞാൻ സുന്ദരനോ, പിന്നെയല്ല സിനിമയിൽ പോലും വരുന്നത്, സുന്ദരനാണെന്നോ അല്ലെങ്കിൽ സിനിമ അങ്ങനൊന്നുമല്ല. കുടുംബം നോക്കുന്ന ഒരാളെ എല്ലാവരും ഇഷ്ടപ്പെടും. അമ്മയെ സ്നേഹിച്ചാൽ അവനെ എല്ലാവരും സ്നേഹിക്കും. ഈ സ്ത്രീകൾ ഇത്രയും ബഹുമാനത്തോടെ കാണുന്ന ഒരാള് ഇപ്പം നമ്മുടെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മ സംഘടനയിൽ ഇപ്പൊ തലപ്പത്തേക്ക് ഒരു സ്ത്രീ വന്നിരിക്കുകയാണ്. അപ്പം ഇക്വാലിറ്റിയുടെ വേറൊരു ഒരു ഫേസ് ആയിട്ടാണ് ഇപ്പൊ അതിനെ എല്ലാവരും കാണുന്നത്. ചേട്ടൻ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ നടക്കുന്ന ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ എങ്ങനെയാ സ്ത്രീകൾക്കെതിരെ ഉള്ള കാണുന്നതൊക്കെ? ആത്മീയ തലത്തിൽ ആത്മീയമായിട്ട് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈക്വാലിറ്റി സൃഷ്ടിയിലേ ഉള്ളതാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഒന്നുള്ളതാണ്. നിങ്ങൾ പുറകോട്ട് പോയി ആദ്യം എടുത്താൽ ആദമിൽ നിന്ന് അവ്വ എന്നാ പറയാം, പുരുഷനിൽ നിന്ന് പ്രകൃതി എന്നാ പറയാം. സ്ത്രീയിൽ നിന്നെന്ന് പുരുഷൻ എന്ന് പറയുന്നത് പിന്നീടാണ്, അല്ലേ? അപ്പോൾ ഒരു ആദമിൻ്റെ ഭാര്യയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അല്ലേ? അപ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരേ ഒരു ശക്തി ഒരേ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് സ്ത്രീയെ. അപ്പോൾ നമുക്ക് എന്തായിരിക്കണം? ഈക്വൽ തന്നെയാണ്, ഞാൻ തന്നെയാണ് നീ. പക്ഷേ നീ വന്നത് എന്നിൽ നിന്നാവുമ്പം പരസ്പര ബഹുമാനം ഉണ്ടാവണം. എന്നിൽ നിന്നാണ് നീ വന്നതെങ്കിൽ നീ എന്നെ ബഹുമാനിക്കണം. എന്നിൽ നിന്നാണ് നീ വന്നതെങ്കിൽ നീ തന്നെയല്ലേ, അപ്പം നിന്നെ ഞാനും ബഹുമാനിക്കണം. അതെ, തീർച്ചയായും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈക്വാലിറ്റി. പക്ഷെ ആണ് പെണ്ണ് സ്ഥാനം 35% 80% ഇതൊക്കെ എന്താ? മരത്തിൽ ഞാൻ കയറുമ്പോൾ നീയും കയറണം, ഞാൻ വെള്ളം ഒഴിച്ചാൽ നീ വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നതൊക്കെ ബാഹ്യമായ ചപലതകളോ അറിവില്ലായ്മയാണ്. അതിന് കൂട്ടുപിടിക്കേണ്ട കാര്യം. ഒരു സ്ത്രീക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീ പാലിക്കണം. അത് സ്വാതന്ത്ര്യമില്ലായ്മയല്ലല്ലോ. സ്ത്രീയെ നമ്മൾ ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും വിവരമില്ലാത്തവരും അജ്ഞരും മൂഢരുമായിട്ടുള്ളവരൊക്കെ മനു ധർമ്മത്തെക്കുറിച്ചും പറഞ്ഞ വാക്കിനെ കുറിച്ചൊക്കെ വ്യാഖ്യാനിക്കുമല്ലോ. അച്ഛൻ ബാല്യ ശ്ലോകവും സംസ്കൃത ശ്ലോകവും ഒക്കെ പറഞ്ഞിട്ടൊക്കെ വലിയ കത്തിച്ചു വിടും. അച്ഛന്മാർ പിതാവ് സ്ത്രീയായിട്ട് ജനിച്ച ഒരു കുഞ്ഞിന് പിതാവ് ആദിമം, പിന്നെ സഹോദരൻ, പിന്നെ ഭർത്താവ്, പിന്നെ അവസാനത്ത് മക്കളും പരിരക്ഷിക്കണം. അതല്ലാതൊരു സ്വാതന്ത്ര്യം സ്ത്രീക്കില്ല എന്നും പറഞ്ഞിട്ടാണ് ഇവർ പിടിക്കുന്നത്. മനസ്സിലായില്ലേ? അത് തൻ്റെ തൊട്ട് താഴെ വരുന്നുണ്ട്. എവിടെ സ്ത്രീയെ പൂജിക്കുന്നോ ബഹുമാനിക്കുന്നോ അവിടെ മഹാലക്ഷ്മി ഐശ്വര്യം കുടികൊള്ളുന്നു എന്നുള്ള വരി ഇവർ വിട്ടിട്ട് ഇത് പറയുന്നു. ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചതിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയാവോ? സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറഞ്ഞ് ചങ്ങലക്കിടുക എന്നല്ല അർത്ഥം. സ്വാതന്ത്ര്യം എന്ന് ഇല്ല എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ അത്രത്തോളം ബഹുമാനവും സ്ഥാനവും ആ സംരക്ഷണവും ഒരു സ്ത്രീക്ക് കൊടുക്കണം എന്നുള്ളതിൻ്റെ ഊന്നലാണ് അതിൻ്റെ പിന്നിൽ. അതായത് അച്ഛനായാലും ശരി, സഹോദരനായാലും ശരി, ഭർത്താവായാലും ശരി, മകനായാലും ശരി, ഒരു സ്ത്രീ ജീവിതത്തിൽ വന്നാൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. നിന്റെ സംരക്ഷണം ഇല്ലാതെ പാതിരാത്രി ഇപ്പോൾ ഒരു പെണ്ണ് പോയാൽ, ഇന്നും അല്ലെങ്കിൽ എത്ര ടെക്നോളജി പുരോഗമിച്ചെന്ന് പറഞ്ഞാലും പോയാൽ പ്രശ്നമുണ്ടാവും. ഇവിടെ മോനിവിടെ കളിക്കാൻ കൂട്ടുകാരൊന്നും അടുത്തില്ല. അതുകൊണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ട് മോൻ അങ്ങോട്ട് കളിക്കാൻ പോയിരിക്കും. അവന്റെ കളി അവിടെ നടക്കട്ടെ. അവനിവിടെ ഒറ്റയ്ക്കല്ല എല്ലോ. ആരെങ്കിലും കിട്ടിയാൽ പിന്നെ ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഒറ്റയ്ക്ക് രണ്ടുപേരും കൂടെ ഒക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിച്ചോണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, മറ്റേ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ അവൻ ക്രിയേറ്റ് ചെയ്യും എന്തെങ്കിലുമൊക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സമത്വം അല്ലേ? അപ്പൊ നമ്മുടെ അമ്മ അസോസിയേഷനിൽ ശ്വേത അവർ വന്നതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. വരട്ടെന്ന് നല്ല കാര്യമല്ലേ? എല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. പിന്നെ ഒരു സംഘടനയെ കൊണ്ടുപോകുന്ന, ഒരു കുടുംബം കൊണ്ടുപോകുന്നത് പോലെ എളുപ്പമല്ല. അതേ പാടാണെങ്കിൽ അതിനെക്കാട്ടിലും വലിയ പാടാണ്. അത് റിസ്ക് എടുക്കാൻ തയ്യാറായതുകൊണ്ടായിരിക്കുമല്ലോ വന്നത്. ബാഹ്യമായിട്ട് മറ്റുള്ളവർ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ആത്മീയമായിട്ട് ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഈക്വൽ ആണ് എല്ലാവരും. ആത്മാവിന് രൂപമില്ല, ലിംഗമില്ല, അങ്ങനെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ ബാഹ്യമായിട്ട് വരുമ്പോൾ നമ്മൾ കിടന്ന് കടിപിടി വീഴുകയാണ്. 35 വേണം, 50 വേണം, ഞങ്ങൾ തെങ്ങി കയറി, നിങ്ങൾ മാവേ കയറും, മറ്റേ മർച്ചനൊക്കെ പറഞ്ഞ് നിങ്ങൾ വെള്ളമടിച്ച് ഞങ്ങൾ ഒക്കെ പറയുന്നില്ലേ? പക്ഷെ ഒരു ദൈവം കൊടുത്തിരിക്കുന്ന കുറേ ബഹുമാനിക്കപ്പെടേണ്ട ക്വാളിറ്റികൾ, യോഗ്യതകൾ സ്ത്രീക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീയെ ഒരു പുരുഷനായാൽ സംരക്ഷിക്കണം, ബഹുമാനിക്കണം, ആരാധിക്കുന്നിടത്ത് ലക്ഷ്മി കടാക്ഷം
ഉണ്ടാകുന്ന വരെയാണ് മനു ഇതിൽ മറ്റേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വേണ്ടുന്നത് കട്ട് ചെയ്തിട്ട് വക്രിച്ച് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മളിപ്പോൾ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് മത്സരിക്കുക. അപ്പൊ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്ന് ആരും കൊടുക്കേണ്ട കാര്യമില്ലെന്നേ. ഇത് മിസ്യൂസ് ചെയ്യുന്നതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മിസ്യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം. ഇപ്പോഴും നമ്മൾ വാർത്തകളിൽ പറയാം, ഇപ്പോഴും നമ്മൾ ജീവിക്കുന്ന ലോകത്ത് കാലത്ത് ലിപ്സ്റ്റിക് ഇട്ടാൽ മൂക്ക് എത്തുന്നതും നഖത്ത് ക്യൂട്ടച്ചിട്ടാൽ കാല് വെട്ടുന്നതും കല്ലെറിഞ്ഞ് കൊല്ലുന്നതും ഒക്കെ കാണുന്നത് മീഡിയയിലൂടെ നമുക്ക് കാണാമല്ലോ. അത് ഏത് വിഭാഗമാണോ, ഏത് മതമാണോ, ഏത് സംസ്കാരമാണോ, ഏത് ലോകമാണോ, ഈ ലോകത്ത് തന്നെ നടക്കുന്നത്. അപ്പൊ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാക്സിമം അവനവന്റെ എന്താ പറയാ സത്തയെ ഉൾക്കൊണ്ട് അത് കളഞ്ഞു കുളിക്കാതെ സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നുള്ളതല്ലേ. അപ്പൊ സ്ത്രീക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടില് തുണിയുരിഞ്ഞ് മലന്ന് കിടന്നിട്ട് അവിടെ നെഞ്ചത്ത് കയറ്റി ചിത്രം വരപ്പിച്ചാൽ മോനെ കൊണ്ട് 18 വയസ്സുള്ള മോനെ കൊണ്ട് വരപ്പിച്ചാൽ ഓക്കെ. മീഡിയ എടുത്ത് അത് ലോകത്തോട് പ്രദർശിപ്പിച്ച ഒരുത്തി വന്നല്ലോ, മീഡിയയിൽ വന്നല്ലോ, അത് സ്വാതന്ത്ര്യം അനുഭവിക്കലാണോ? അത് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഇവിടെ ഈ വേലിക്ക് ചുറ്റും എന്ത് വേണേൽ കാണിക്കാൻ യോഗ്യതയുണ്ട്. പക്ഷെ മീഡിയയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലോകത്തോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? കാണിക്കാൻ ആരാ അവകാശം തന്നത് തുണിയുരിഞ്ഞ് കാണിക്കാൻ? അപ്പം അതിന് ചിത്രരചനയെന്നൊന്നും പറയരുത്. നമ്മുടെ കൾച്ചറിൽ ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. 70 വയസ്സ്, ഞാനൊരു ഉദാഹരണം ഇപ്പം പറയാം, ഈ പറഞ്ഞതിനോട് കണക്ട് ചെയ്ത് പറയാം. 8 വർഷമായിട്ട് കണ്ണ് കാണാതെ അമ്മ മരണക്കിടക്കയിൽ അറ്റാക്കുമായിട്ട് വന്ന് കിടക്കുന്നു. ഞാൻ കഥയൊക്കെ പറഞ്ഞു, ഞാൻ രാമായണ വേദിയിൽ നിന്ന് ഓടി വന്നു, നെഞ്ച് തടവി കൊടുക്കുന്നു. ICUയുടെ ആ ബഹളത്തിൻ്റെ ഇടയിൽ കയറാൻ പറ്റാതെ ശ്വാസം മുട്ടിക്കിടക്കുക. അപ്പോൾ താഴെ കൂടെ മൂത്രം പോകുന്നു, തൊണ്ട വരളു. ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ അമ്മ വേണ്ടെന്ന് പറയുന്നു, വെള്ളം ഒഴിച്ചാൽ മൂത്രം ഒഴിക്കണം. അപ്പം അതും നാണക്കേട് നമ്മളെ ചുമപ്പിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് വിളിക്കുമ്പോൾ ഞാൻ തടവി കൊടുത്തിട്ട് നമ്മുടെ അറിവിൽ പറയാം, അയ്യോയുടെ കൂടെ പായും കൂടെ ചെയ്ത് അയ്യപ്പ അയ്യപ്പ എന്ന് വിളിയമ്മ, ദൈവത്തെ വിളിക്കാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചാടി എഴുന്നേറ്റിട്ട് ഈ സാരിയുടെ തുമ്പെടുത്ത് ഇങ്ങനെ കടിച്ചിട്ട് ഈ ബ്ലൗസ് നേരെ ഇടുക, കാലൻ കയറുമായിട്ട് അവിടെ നിൽക്കുന്നു, കണ്ണിന് കാഴ്ചയില്ല, 78 വയസ്സുണ്ട്, പക്ഷെ ബോധമുണ്ട്, ഇവിടെ ജനങ്ങൾ നിൽക്കുന്നുണ്ട്, നമ്മൾ മരിച്ചിട്ടില്ല എന്ന് ബോധമുള്ളതുകൊണ്ട് മാറ് എവിടെയെങ്കിലും ഈ ഞങ്ങളൊക്കെ പാല് കുടിച്ച ആ മാറുടെ എവിടെയെങ്കിലും ബ്ലൗസിൻ്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ടോ എന്നുള്ള വേവലാതി കാലനെ നിർത്തിയിട്ട് പോലും മറച്ചു വെക്കാൻ കാണിക്കുന്ന ഒരു അമ്മയുടെ മഹത്വം ഒരു സ്ത്രീക്കുണ്ട്. ആ മഹത്വം മറക്കുന്നവരെ സ്ത്രീ എന്ന് പറയാനും അതിനുവേണ്ടി കോലാഹലം കൂട്ടാനും പുറകെ ഇംഗ്ലാവ് വിളിക്കാനും ജയ് വിളിക്കാനും നടക്കുന്നവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. ഞാൻ വളർന്നതും ഞാൻ കണ്ടതും വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു തലത്തിലാണ് സ്ത്രീ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം എനിക്ക് എൻ്റെ അമ്മയെ പോലെ കാണാനേ പറ്റുള്ളൂ. അതല്ലാതെ അതിൻ്റെ വിപരീത വശമായിട്ട് ഇങ്ങനെ തുറന്നു വെച്ച് മീഡിയയെ കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കുകയും അതിന് ഇംഗ്ലാവ് വിളിക്കാനും വരുന്നവരോട് നമുക്കൊന്നും പറയാനില്ല മോളെ. ഓക്കെ. അപ്പം ഈ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, അപ്പം അങ്ങനെ അതിൽ ചേട്ടൻ എതിരാണെന്നാണോ പറയുന്നത്? ഇത് വേറെ എവിടെയോ ഏതോ ഒരു നമ്മുടെ ബിഗ് ബോസിൽ വന്നൊരു ആർട്ടിസ്റ്റ് ജീൻസ് ഇടുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അത് പിടിച്ചു ചോദിച്ചായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നതേ, ഞാൻ റിയാലിറ്റി ഷോ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു റിയാലിറ്റി ഷോയിൽ രഞ്ജിനി ഹരിദാസായിരുന്നു കോമ്പയർ ചെയ്തത്. അപ്പൊ ഞാനത് വളരെ അത്ഭുതത്തോടെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ലൈവായിട്ട് കാണുന്നത് ആ സമയത്താണ്. പക്ഷെ അവളൊന്ന് ഇട്ട് വന്നത് ഒരു ഓഫ് വൈറ്റ് ഒരു സിൽക്ക് പോലത്തെ ഒരു ഷർട്ട്. അത് ഞാൻ എന്നെ പോലെ ഒരു ബട്ടൺസ് ഇവിടുന്ന് വിട്ടിട്ട് കറുത്ത തൊലിയോട് എങ്ങനെ കയറ്റുന്നല്ല സോക്സ് പോലത്തെ ഒരു പാൻറ്റും ഇത്രയും ഹീലുള്ളൊരു ഇതും മുടി ഇത്രയല്ലേ ഉള്ളൂ. ആ സ്റ്റേജിൽ നിന്ന് കോമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ നിന്നങ്ങനെ വാ വിളിച്ച് നിന്ന്, കാരണം ആ ഒരു കടലൊഴുക്ക് പോലെ അല്ലെങ്കിൽ ഒരു അരുവി തള്ളി വരുന്നത് പോലുള്ള നോൺ സ്റ്റോപ്പായിട്ട് പഠിക്കാതെ നോക്കാതെ എല്ലാം ഇങ്ങനെ അവതരിപ്പിക്കുന്നു. ഡ്രസ്സ് ആ ലുക്കിന് ചേരുന്ന ഇണങ്ങുന്ന അവക്ക് വേണ്ടി മാത്രം തയ്പ്പിച്ചിട്ട പോലെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന പോലെ തോന്നി. മോഡേൺ ആണത്. പക്ഷെ ഞാൻ പറയുന്ന ആ സ്വാതന്ത്ര്യത്തെ ഇപ്പൊ പർദ്ദ ഇടാം, അത് അവരുടെ കൾച്ചറാണ്. ഇവിടെ ഹിന്ദുക്കളും UP-യിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മുഖം മറയ്ക്കാതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരായാലും ലോകത്ത് എവിടെയായാലും മുഖം മറയ്ക്കുന്നത് അനുവദിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയും. കാരണം കള്ളനും കൊള്ളക്കാർക്കും ചാരന്മാർക്കും മറ്റേ കൊലയാളികൾക്കൊക്കെ വികാരം സ്വൈര്യ വികാരത്തിന് അത് വഴിയൊരുക്കും. അതുകൊണ്ട് സാമാന്യ ബുദ്ധിയിൽ പറയാം, മുഖം മറയ്ക്കാനുള്ള ആ സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറയും പേഴ്സണലായിട്ട്. ഇതിന്റെ പിന്നിൽ ഇനി ആരെങ്കിലും ചെയ്യോ ഹിന്ദോ ഇതൊക്കെ വിളിച്ചാലും എനിക്കൊന്നും പറയാനില്ല. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാണ്. പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മൾ കണ്ണാടി നോക്കി നമ്മുടെ ശരീരം നോക്കിയിട്ട് നമുക്ക് ഇണങ്ങുന്ന ഇടാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് വൃത്തി ഉണ്ടാവണം എന്നുണ്ട്, സ്ഥലകാല ബോധം വേണം. കല്യാണത്തിന് പോകുമ്പോൾ പട്ടുസാരി ഉടുത്ത് മുല്ലപ്പൂ വെച്ച് ലിപ്സ്റ്റിക് ഇട്ട് പൊട്ടൊക്കെ വെച്ച് അത്ര ഇട്ട് പോകുന്ന പോലെ മരണ വീട്ടിൽ പോകരുത്. അത്രേ ഉള്ളൂ. പിന്നെ കൈവണ്ടി വലിക്കുന്നവൻ, ഉച്ച ഉഷ്ണത്തിൽ കൈവണ്ടി വലിക്കുന്നവൻ AC ഹാളിൽ കല്യാണത്തിന് പുയ്യാപ്പിള നിൽക്കുന്ന പോലെ കോട്ട് സൂട്ട് വിട്ട് കൈവണ്ടി വലിക്കാൻ പോകരുത്. ആ സ്ഥലകാല ബോധം വേണം. അത്രേ ഉള്ളൂ.
അത് ഒന്ന് കീപ്പ് ചെയ്താൽ മതി എന്നെ എനിക്ക് നിങ്ങൾ എന്ത് സ്വാതന്ത്ര്യം വേണമെങ്കിലും എടുത്തോ, അപ്പൊ ആരെയും ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി. ചേച്ചി ഇപ്പൊ ആളുടെ ദേഷ്യം ശരിക്കും കുറഞ്ഞിട്ടുണ്ടോ അന്ന് കണ്ടതിൽ വെച്ചിട്ട്? എന്ത് മാറ്റം ശരിക്കും കണ്ടത് ഇത്ര നാളത്തെ ഒരു ഇതിനിടയ്ക്ക്? നേരത്തെ മൂക്കുന്ന കുമ്പത്തായിരുന്നു ദേഷ്യം, എന്തെങ്കിലും കണ്ട പെട്ടെന്ന് ദേഷ്യമായി. അപ്പൊ അത് ഒത്തിരി കുറവ്. ശാന്തശീലനിലേക്ക് അല്ല, അങ്ങനെ ആകണം മോനെ. കാരണം എന്താ വെച്ചാല് 30-ലുള്ള ചൂടും ചൂരും 60-ൽ കാണാൻ പാടില്ല. ഇപ്പോഴും നമ്മൾ നോക്കിയാല് നമുക്കൊരു പഴം കിട്ടിയാല് പിഞ്ച് കായും ഒരു പിഞ്ച് മാങ്ങ എടുത്ത് കടിച്ചു, അതൊരു കവർപ്പും പുളിപ്പുണ്ടെന്ന് വെച്ചോ, അത് പഴുത്ത് നല്ല മഞ്ഞ ചുമന്നിരിക്കുമ്പോൾ നമ്മൾ എടുത്ത് കടിക്കുമ്പോൾ അതേ കയ്പും ചുവർപ്പും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ വലിച്ചെറിയത്തില്ലേ? ഇതുപോലെ കുറെ മുതിർന്നവരുണ്ട്, ഇപ്പോഴും ഉണ്ട്. വയസ്സായാലും അടങ്ങാത്തതും അടങ്ങിപ്പോകാത്തതും ഭരിക്കാൻ വെമ്പുന്നതും കിട്ടിയത് പോരാത്തതുമായിട്ടുള്ള മുതിർന്നവരുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് അവർ പുറത്താക്കപ്പെടും, അല്ലെങ്കിൽ പുറത്തിറങ്ങി പോകേണ്ടി വരും. ഇത് സ്വാഭാവികം, നമ്മൾ കാണുന്ന. അമ്മയെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉപേക്ഷിക്കപ്പെടുന്നവരെല്ലാവരും അങ്ങനെയാണെന്നല്ല, അതിൽ കുറേ പേര് ഇങ്ങനെയുണ്ട്. നമ്മൾ കാല് പറഞ്ഞ പ്രായമാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പക്വതപ്പെട്ട് വിട്ടുകൊടുത്ത് ക്ഷമിച്ച് നാമം ജപിച്ച് വിളിക്കുന്നവരെ കാത്തിരുന്ന് പോകണമെന്നേ ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്. നമുക്കൊരാളെയും എൻ്റെയൊക്കെ ആഗ്രഹം ഇപ്പോഴും ഉണ്ടല്ലോ. ഈ ഒരു പക്ഷം ഇനിയിപ്പോൾ വേറെ നെഗറ്റീവായിട്ട് എടുക്കണ്ട, ഈ വൃദ്ധസദനമോ അല്ലെങ്കിൽ മുതിയോരില്ലോ ഒക്കെ ഉണ്ടല്ലോ, വയസ്സായവരെ പോറ്റുന്ന നല്ല മനസ്സുകളുടെ നല്ല ഇടവാണെങ്കിൽ നമ്മളൊക്കെ പ്രായമാകുമ്പോൾ മക്കളെ ആശ്രയിക്കാതെ അവിടെ പോകണമെന്ന് എൻ്റെ പക്ഷം. കാരണം കുറേ സമകാലീനമായിട്ടുള്ള സമപ്രായമുള്ള സമവേദനകളോ സന്തോഷമുള്ളവരുടെ ഇടയിൽ ജീവിക്കാമല്ലോ. വയസ്സായി കഴിയുമ്പോൾ മോനൊരു വഴിക്ക് പോകും, മരുമോൾ ഒരിടത്ത് വരും, പേരക്കുട്ടികൾ നമ്മളെ കണ്ടെങ്കിൽ കണ്ടില്ലെങ്കിൽ ഇല്ല, റേഷൻ കടയിൽ പോകണം, മരുന്ന് കഴിക്കാൻ പോകണം, പാല് വാങ്ങിക്കാൻ പോകണം, വരുന്നിടം കാത്തിരിക്കണം, അടുപ്പ് വന്ന് ഇവർ സല്ലവ് കഴിഞ്ഞ് വിളമ്പി തന്നെ തിന്നാനിരിക്കണം, വിളമ്പുമ്പോൾ ചിലപ്പോൾ കറുത്ത മോന്തയാണെങ്കിൽ അതും സഹിക്കണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗുഡ് ബൈ, പണിയെടുത്തോടത്തോളം തന്നു കഴിഞ്ഞു, കെട്ടിച്ചും വിട്ട് നിങ്ങളായി നിങ്ങളുടെ പാടായി വരുവാണെങ്കിൽ ഇല്ലെങ്കിൽ എവിടെ ഇരുന്നോ, ഞാനങ്ങ് പോകും. ചേച്ചിക്ക് അങ്ങനെ തന്നെയാണോ? ഞാനങ്ങ് പോകും. ഒന്നുകിൽ ഞാൻ നമ്മുടെ അഴിച്ചു വെച്ചത് ഇട്ടിട്ട് ഉത്തമമായ സന്യാസിന് യോഗ്യത അന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകും, അതിലേക്ക്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അല്ല, നമ്മൾ ബാധ്യതയായിരുന്നു. പേരക്കുട്ടിയെ എടുത്തു, അതിൻ്റെ കൊച്ചിൻ്റെ നൂലുകെട്ടും കണ്ടിട്ടും പോത്തില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കഴിച്ചു പോകാൻ പാടില്ലെന്ന്. പണ്ട് രാജാക്കന്മാരെ കണ്ടില്ലേ, 14 വയസ്സിൽ രാജുവാരെ ഏൽപ്പിച്ചിട്ട് പതിവ്രതയായ ഭാര്യയും കൂട്ടിക്കൊണ്ട് കാട്ടിലോട്ട് പോവാം, രാജ്യം എല്ലാം ഉപേക്ഷിച്ച് പോവാം. കാട്ടിൽ പുലി തിന്നോ തീ പിടിച്ചെത്തോ ഒന്നും അറിയണ്ട, ആരും അന്വേഷിക്കില്ല, ഇവിടെയും വരത്തില്ല അവിടെയും വരത്തില്ല, തീർന്നു. നമ്മളിപ്പോഴും പേരക്കുട്ടികൾ അത് ഇത് എന്നെ തിന്നില്ല തന്നില്ല കൊന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കടിപിടിയാ. പിള്ളേർക്കും ഭാരം, ഇവർക്കും ഉപദ്രവം. അത് രണ്ടും അല്ലാതിരിക്കണമെങ്കിൽ രണ്ടുപേരും സമരസപ്പെട്ടു പോകണം. ഈ യങ്സ്റ്റേഴ്സിനെ ഉൾക്കൊണ്ട് ഈ മുതിർന്നവർ അനുസരിച്ചും പാകപ്പെട്ടും വരണം. അല്ലെങ്കിൽ അവരുടെ ത്യാഗം മനോഭാവം മനസ്സിലാക്കി അവരിലേക്ക് അനുനയപ്പെട്ട് ഇവർ പറഞ്ഞു അല്ലേ. ഇത് രണ്ടുമില്ലെങ്കിൽ രണ്ടിടത്ത് പോയിരിക്കുന്നതാണ് നല്ലത്. ചേച്ചിക്ക് ഇതേ അഭിപ്രായം തന്നെയാണോ? പോകുന്നോ കൂടെ? അല്ല ചേച്ചി പിന്നെ ഇത്ര നാളായി സിനിമയിലും സീരിയലിലൊക്കെ ഇപ്പൊ അധികം ഇല്ല. എപ്പോഴെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ എൻ്റെ ഭർത്താവിനെ പഴയ ആ ഒരു സ്റ്റാർഡത്തിലേക്ക് തിരിച്ചു വരണം, സീരിയലിലൊക്കെ വിറപ്പിച്ചിരുന്ന വില്ലനെ എനിക്ക് കാണണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം വരാറുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. എന്തെങ്കിലും നല്ല ക്യാരക്ടർ വരുവാണെങ്കിൽ ചെയ്യട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫുൾ സപ്പോർട്ടായിരിക്കും, നമുക്ക് അങ്ങനെ വീട് നോക്കിയിരിക്കുക എന്നുള്ള രീതിയിൽ പറയാൻ ചാൻസ് ഇല്ല. അല്ല, അങ്ങനെയല്ല. നമ്മള് വീട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പരാക്രമം കാണിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം, നേരത്തെ തൊട്ട് അറിയാം. അത്യാവശ്യം എൻ്റെ നാട്ടുകാർക്കും അറിയാം. ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്നോ അല്ല വലിയ സംഭവമാണെന്നോ ആർക്കും തോന്നിയിട്ടില്ല, എനിക്കും തോന്നിയിട്ടില്ല, എനിക്കങ്ങനെ തോന്നാനൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ചിലർക്ക് കടം വാങ്ങിച്ച ഒരു കൂട്ടുകാരൻ നടന്നു പോകുന്ന കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഒരു വീട്ടിൽ ഇരുന്ന 1 ലക്ഷം രൂപയുടെ ബൈക്ക് എടുത്ത് നിനക്ക് ആവശ്യമായിട്ട് നാണക്കേടല്ലേ ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓടിക്കാൻ പേടിച്ചിങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് നാട്ടുകാർ വലിയ ജാടെ പോകുന്നു. ഞാൻ ആ വണ്ടിയുടെ പകിട്ട് അത്രയുണ്ട്, പക്ഷെ ഞാൻ അതിനകത്തിരിക്കുന്ന ഷൂവും ചെരുപ്പും പാൻറ്റും ഒന്നും ഇട്ട് നടക്കാത്ത എനിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി, കുതിര പോലത്തെ ഒരു വണ്ടി, ഈ പിള്ളേരിങ്ങനെ പോകുമല്ലോ അങ്ങനത്തെ ഒരു വണ്ടി തന്നെ എനിക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ട് അവൻ ഓസിന് തന്നപ്പോൾ ഞാൻ അതും കൊണ്ട് അങ്ങ് നടന്നു കുറേ കാലം. നാട്ടുകാരൊക്കെ പറഞ്ഞു വലിയ ചോട്ടം. ഇപ്പോഴും പറയും, എൻ്റെ ഒരു പരിചയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ അമ്മ പറയും, അന്ന് അമ്മ ചെറുപ്പമായിരുന്നു, ഞങ്ങളൊക്കെ നോക്കി നിന്നിട്ടുണ്ട്, എന്ത് സ്റ്റൈൽ ഗമയിൽ മസിലൊക്കെ പിടിച്ച് മുടിയൊക്കെ പറത്തി എന്ത് ജാടല പോയിക്കൊണ്ടിരുന്നു. ജാടയാണ് ഞാൻ ഇപ്പം പറഞ്ഞിട്ടാ പോകുന്നത്. പക്ഷെ അത്ര വിപരീതമാണ് കാഴ്ചപ്പാടും റിയാലിറ്റിയും, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മൾ കിട്ടുന്ന അവസരത്തിൽ പറഞ്ഞ് ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ തിരിച്ചറിയട്ടെ, ഇങ്ങനെയൊക്കെയാണ് പലതും, എല്ലാം അല്ലെങ്കിലും അല്ലേ. അതെ, പണ്ടത്തെ കുറേ സിനിമകളിൽ ഇപ്പോഴും എല്ലാവരും റിപ്പീറ്റ് വാച്ച് ചെയ്യുന്ന കുറേ സിനിമകളിൽ ഉണ്ടായിരുന്ന ഒരാൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ്റെ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ദിലീപേട്ടൻ്റെ ഒരു ലക്കി ചാം ആയിരുന്നു ഒരു സമയത്ത് കവിയേട്ടന്.
അല്ല ഇത് എന്താ അറിയോ, സിനിമയിൽ അങ്ങനെ പിന്നെ ഒരു നായിക വന്ന് പൊട്ടിയാൽ ആ പിന്നെ നായിക സിനിമകളിൽ അങ്ങനെ കുറച്ച് വിശ്വാസങ്ങളുണ്ടല്ലോ. പൊതുവെ എല്ലായിടത്തും ഉണ്ട്, സിനിമയിൽ അത് കുറച്ച് കൂടുതലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ജയവിജയത്തിന്റെ കാര്യവും ബിസിനസിന്റെ ഒരു അവസ്ഥയാണ്, കലയ്ക്ക് അപ്പുറം ബിസിനസ് ആണല്ലോ. അവിടെ നഷ്ടം വരാതിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇവർ കഴിച്ചു പോകും. അപ്പോൾ ഹരീഷ് രാജോട്ടൻ ദിലീപ് ഏട്ടനുമായിട്ട് അഭിനയിച്ചിട്ടുള്ളതൊക്കെ ഹിറ്റല്ലേ. അപ്പൊ അവർക്കും അങ്ങനെയും പറയാം. പക്ഷെ എന്റേത് ഞാൻ അറിഞ്ഞത് എനിക്കറിയില്ല. ഒരു കാര്യസ്ഥ എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ ഞങ്ങൾ സീരിയൽ അസോസിയേഷന് വേണ്ടിയിട്ട് ഒരു ഡൊണേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സീരിയൽ ആർട്ടിസ്റ്റുകളെയും അതിനകത്തൊരു പാട്ട് സീനിലേക്ക് ക്ഷണിച്ച് ഞങ്ങൾ അങ്ങനെ ഗണേശേട്ടന്റെ കെയർ ഓഫിൽ, ആത്മയുടെ കെയർ ഓഫിൽ ഞങ്ങൾ പോയി. അതിൽ ഓരോ പാട്ട്, അത് ബൃന്ദ മാസ്റ്റർ ആയിരുന്നു ഡാൻസ് കൊറിയോഗ്രാഫർ, കലാമാസ്റ്റർ അനീതി. അപ്പോൾ എറണാകുളത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വേഷം ചെയ്യില്ല. അപ്പം ഈ മേളി അവിടെ ഭഗവാന്റെ ഭാഗത്ത് കിടന്ന ഒരു രുദ്രാക്ഷം പോലെ ഒരു മാല എടുത്തിട്ട് പെട്ടിയിലൊരു ലേഡീസിന്റെ ഒരു ചെറിയൊരു ബനിയം പോലെ കിട്ടി. അത് ഇങ്ങനെ വീനൊക്കെയുള്ള അതെടുത്ത് വലിച്ച് ടൈറ്റ് ചെയ്തിട്ടിട്ട് ഇറുക്കി ഇട്ടിട്ട് പഴയ ഒരു ജീൻസ് ഇട്ടിട്ട് ഞാനിങ്ങനെ മുടി ഇങ്ങനെ ഇത്ര വളർന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളം ഇട്ട് ഇങ്ങനെ വെച്ചിട്ട് മറ്റേ വടിവേലി ചില സിനിമ കാണിക്കുന്ന പോലെ കേവകാലം കാണിച്ച് കയറിപ്പോയി. ഭയങ്കര ഫ്രീക്കാന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ആൻഡോ ചേട്ടൻ വന്നിട്ട് പറഞ്ഞാ, ആൻഡോ ജോസഫ് ചേട്ടനാണ് അവിടെ വെച്ച് പറഞ്ഞത്. അങ്ങനെ ഒരു ഗ്യാപ്പിന് ശേഷം അപ്പം ഞാൻ സീരിയലിലേക്ക് മാറി. കൊച്ചിരാജാവ് കഴിഞ്ഞ സിനിമയൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു വലിയ ഹിറ്റ് സൃഷ്ടിക്കാൻ കവിരാജ് രംഗത്തെത്തിയെന്ന് പറഞ്ഞു അദ്ദേഹം. കോമഡി ആണെങ്കിലും എന്തായാലും കളിയാക്കി പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഡീകോഡ് ചെയ്ത് നോക്കുമ്പോ സത്യമാണ്. അല്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ അന്ന് ഉണ്ടായ 150, ഇപ്പൊ തെങ്കാശിപ്പണ്ണി 250, നിറം 150, 200, വടക്കം തള്ളിയ 150, മഴത്തുള്ളിക്കിൽക്കം അല്ലെ കാഴ്ച, കൊച്ചിരാജാവ്, എല്ലാ പടങ്ങളും അങ്ങനെ ഒരു 90-ൽ ഒരു 10 ചെയ്തെങ്കിൽ 8 പടവും അങ്ങനെയാണെങ്കിൽ അതിലൊക്കെ ഒരു പാട്ട് നമ്മളുണ്ടല്ലോ, ഒരു ഭാഗം ചെറിയതാണെങ്കിൽ. അപ്പൊ നമ്മള് ഈ പടങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നവരുടെ ഇടയിലൊക്കെ നമ്മുടെ മെമ്മറിയിലുണ്ടല്ലോ. അന്ന് യങ്സ്റ്റേഴ്സിന്റെ ഒരു ട്രെൻഡ് ഇല്ലാത്തപ്പോൾ പോലും നമ്മളെപ്പോലെ ഒരു പയ്യൻ വരുമ്പോൾ എന്തോ ആകും ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അത് റാഫി സാർ ഒരിക്കൽ വർഷങ്ങൾക്ക് ശേഷം എടുത്ത് ഫോണിൽ വിളിച്ചപ്പോൾ പറയുന്നത് താൻ എവിടെയെങ്കിലൊക്കെ എത്തുമെന്ന് വിചാരിച്ചു, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും ജീവനോടുണ്ട്, വേണമെങ്കിൽ ചോദിച്ചാൽ പറയുമായിരിക്കും, ഇനിയും പറയും, നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്ക് പാകപ്പെട്ടതുകൊണ്ട് പറഞ്ഞു, സാറ് അത് എന്തോ ഐശ്വര്യമായിട്ട് ഒരു തല്ലുകൊള്ളുന്നൊരു വേഷം തന്നു തെങ്കാശി പടത്തിൽ. ആ ഗീതു മോഹൻദാസിന്റെ പുറകെ പോയിട്ട് അടികൊള്ളുന്ന ഒരു പഞ്ഞിക്കരുന്ന പോലെ ഒരു വേഷം തന്നു. പിന്നെ വന്നതും പോയതും എല്ലാം ഇടികൊള്ളത് തന്നെയാണ്. പിന്നെ ടൈപ്പ് ആകുന്നതും ബുദ്ധിമുട്ട്. അത് വെച്ചിട്ട് സീരിയലിൽ പോയപ്പോൾ അവിടെയും വേഷവും വില്ലനാണ്. പോട്ടെ, എന്നാലും നമുക്കൊരു ഒരു പവറുണ്ട്, ഒരു സ്ഥാനമുണ്ട്, ഒരു ശമ്പളമുണ്ട്. അതുകൊണ്ട് അതങ്ങനെ പോയി, നമ്മുടെ ജീവിതം നടന്നു പോകുന്നു വെച്ച് പോയി. പക്ഷെ കർമ്മഫലം, നമ്മുടെ വിധിവശാൽ ദൈവഹിതം ഇത് മതി എന്ന് തീരുമാനിച്ചാൽ ഇത് മതി, അത് തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ എല്ലാവരും മമ്മൂട്ടിയും ലാലേട്ടനും ഒക്കെ ആയിപ്പോയാൽ, മമ്മൂക്കയും ലാലേട്ടനും ആയിപ്പോയാൽ ഇവിടെ കാണാനാരാ ഉള്ളത്? ഇതുപോലെ പറയാനാരാ ഉള്ളത്? അല്ല, ചില ബാഹ്യ ഇടപെടലുകൾ ആ ഒരു വളർച്ചയെ തടഞ്ഞു നിർത്തി എന്നുള്ള രീതിയിൽ തോന്നാറുണ്ട്. പാറ കൊണ്ട് അണകെട്ടി വെച്ചാലും ദൈവം തമ്പുരാൻ തരാൻ തീരുമാനിച്ചാൽ ഒരു ശക്തിക്കും അത് തടഞ്ഞു വെക്കാൻ പറ്റില്ല. അതാണ് സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസവും സത്യവും. പക്ഷേ മറിച്ചൊന്ന് പറയാം, പാര പണിതും ഇല്ല എന്ന് പറയുന്നതിനേക്കാളുപരി പ്രകടമായിട്ട് ഞാൻ ആവശ്യപ്പെടാതെ തന്നെ മമ്മൂക്കാടെ കാഴ്ച ഒരു പടത്തിലേ ഞാൻ അഭിനയിച്ചുള്ളൂ, ബ്ലെസ്സി സാറിൻ്റെ. ആ പടത്തിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പടം തോന്നുന്നു കാഴ്ച ബ്ലെസ്സി സാറിൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ അഭിനയിക്കുമ്പോൾ ഒരു ആ കുട്ടിയെ കളഞ്ഞു കിട്ടുമ്പോൾ ഒരു ഡയറക്ഷൻ ചാനലിന് വേണ്ടി ഇതുപോലെ വരുന്ന പോലെ ഒരു സീക്വൻസ് ആയിരുന്നു. അപ്പോൾ മമ്മൂക്ക വന്നു, മമ്മൂക്കയുടെ പോർഷൻ എടുക്കാൻ മമ്മൂക്ക എന്താ ബഹളം എന്ന് പറഞ്ഞ് വീട്ടിൽ ബഹളം നോക്കുമ്പോൾ മമ്മൂക്ക പിടി തള്ളിയിട്ട് മാറോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ഷൂട്ട് നടക്കുന്ന പോലെ, അപ്പോൾ ഒരു 6 പോക്കറ്റ് ബാഗിയും മുടിയൊക്കെ ഇട്ട് സ്പെറ്റ്സൊക്കെ വെച്ച് ടൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ടാൽ നിൽക്കുന്നത്, ഫ്രീക്കാണ്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തള്ളരുത്, പിടിക്കരുത്, അയ്യോ മമ്മൂക്കയില്ല, അങ്ങനൊന്നും എനിക്ക് പണ്ടും തോന്നത്തില്ല, ഇപ്പോഴും തോന്നത്തില്ല. നമ്മുടെ കാര്യങ്ങൾ ചെയ്തിട്ട് വരിക എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം അവിടെ പോയിരുന്നിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മുഖത്ത് നോക്കിയപ്പോൾ അദ്ദേഹം എന്നെ നോക്കുന്നത്. അപ്പോൾ ഒരാൾ നമ്മളെ, ഇത്രയും വലിയൊരാൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്നും ചൂളത്തില്ലേ. ഞാനിങ്ങനെ മാറി, പിന്നെയും ഇത് നോക്കുന്നുണ്ടോ നോക്കിയപ്പോൾ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ അടുത്ത് നിന്നു. അപ്പോൾ ബഹുമാനമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അത് ആർട്ടിഫിഷ്യലായിട്ട് വരത്തില്ലെന്നേ ഉള്ളൂ, ഉള്ളിൽ ഭയങ്കര. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ നമുക്ക് നിന്റെ പേരെന്താ? നീ ഏത് പടത്തിലാണ് അഭിനയിച്ചത്? അപ്പോൾ ഞാൻ ചേരൻ്റെ ഇന്ത്യൻ ലെവലിൽ ഭയങ്കര സൂപ്പർ ഡൂപ്പർ ഹിറ്റായ ഓട്ടോഗ്രാഫ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ ഗോപിയുടെ പേരായിട്ട് അഭിനയിച്ചാൽ, അപ്പോൾ പറയാനൊരു നല്ല ഒരു വലിയ സാധനം ചെയ്ത് വലിയ ഹിറ്റിന്റെ പറയാമല്ലോ എന്ന് പറഞ്ഞ് ഞാനത് പറഞ്ഞു. തെങ്കാശിപ്പണ്ണുണ്ട്, ഇപ്പോൾ ചേരൻ സാറിൻ്റെ ഇത് ചെയ്യുന്നു. അപ്പോൾ ഉടനെ ആ തലക്കിൽ പറയുന്നു, എടാ നീ പറഞ്ഞ പോലെ തന്നെ ഫ്രീക്കാണ് പയ്യൻ, ആ ക്യാരക്ടറിന് പറ്റും, നോക്ക് എന്ന് പറഞ്ഞു. മമ്മൂക്കയാണ് ഡയറക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത്, നമ്മൾ ആവശ്യപ്പെടാതെയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് പറഞ്ഞു, നീ ലാൽ മീഡിയയിൽ ഇന്ന ദിവസം വന്നേക്കെന്ന് പറഞ്ഞു. എന്നിട്ട് പൊട്ടനായതുകൊണ്ട് ഞാൻ എനിക്ക് മമ്മൂക്കയുടെ നമ്പർ താന്ന് ചോദിക്കണ്ടേ,
എന്നെ ഇങ്ങോട്ട് വിളിച്ചല്ലേ. കാരണം അന്ന് നമ്മുടെ ഈ മൊബൈലൊന്നും ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, മൊബൈൽ വന്നില്ല, ഇവരുടെയിലൊക്കെ ഉള്ളൂ. നമ്പർ ചോദിക്കാം, ചോദിച്ചില്ല, വാങ്ങിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. അങ്ങോട്ട് തിരിഞ്ഞു വന്നപ്പോഴത്തേക്കാ കത്തിയത് ഈ നമ്പർ ഇനി. അപ്പൊ ഞാൻ ജോർജ് ഏട്ടൻ നിൽക്കുന്നത്, മാനേജർ എമ്മോന്റെ പഴയ ദേവസ്വേട്ടന്റെ മോൻ മാനേജർ. ജോർജ് ഏട്ടൻ എനിക്ക് മമ്മൂക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു ആ നമ്പർ. നീ എന്റെ നമ്പർ എഴുതി, ഇതേ നമ്പർ എനിക്ക് കിട്ടി എന്തിന്? അല്ല എന്തിനാന്നല്ല, വേണ്ടത് കിട്ടേണ്ടത് വാങ്ങിക്കാതെ നമ്മള് മണ്ടത്തരം കാണിച്ചു. പിന്നില്ല, ശരി ആ ഡേറ്റ് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ടൈമായി. എല്ലാവരും വന്നു കഴിയുമ്പോഴാണല്ലോ മെഗാ സൂപ്പർ എല്ലാം വരുന്നത്. വന്നു, മമ്മൂക്ക വന്നിറങ്ങി, എല്ലാം ഭയങ്കര ക്രൗഡുണ്ട്. ഡയറക്ടറെ അവിടെ കാണാനില്ല, എനിക്ക് ഒന്ന് റൂമിലും കണ്ടായിരുന്നു. മമ്മൂക്ക ഇറങ്ങി വരുമ്പോൾ ഞാൻ വാതിൽ നിൽക്കണം ടിപ്പായിട്ട്. അപ്പോൾ എനിക്ക് അവിടെ ഈ പൂജയ്ക്കൊക്കെ പോകുമ്പോഴത്തേ നമ്മുടെ വണ്ടിയൊന്നുമില്ല. അപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ പറഞ്ഞ് അവൻ്റെ കാർ എടുത്ത് അവൻ പെട്രോൾ അടിച്ച് അവൻ എന്നെയും ചുമന്നിട്ടാണ് പോയിരിക്കുന്നത്. ഓസിനുള്ള വണ്ടിയിലെ പോയിരിക്കുന്നത്, കാറിലേക്ക് സിനിമയുടെ പൂജ പോയപ്പോൾ മമ്മൂക്ക വന്നു. മമ്മൂക്ക വന്നപ്പോഴത്തേക്ക് നീ കണ്ടോ, ഡയറക്ടറെ കണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേക്കാന്ന് പറഞ്ഞു. നീ ഇവിടെ നിൽക്കി എന്ന് പറഞ്ഞ് പുള്ളി അകത്തോട്ട് പോയിട്ടൊരു 5-10 മിനിറ്റ് കഴിഞ്ഞ് പുള്ളി വന്നു. പുള്ളി വരുമ്പോൾ ചിരിച്ചോണ്ട് എൻ്റെ അടുത്ത് വരും, അല്ലെ എന്നോട് ചോദിച്ചിട്ടല്ലേ പോയത്, തിരിച്ച് എൻ്റെ അടുത്ത് മറുപടി പറയാൻ വരുമെന്നും പറഞ്ഞ് ഞാൻ നോക്കിയാൽ പുള്ളി എന്നെ വെട്ടിച്ച് മാറിപ്പോയിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ മുഖത്ത് നോക്കിയില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി അത് പാളിപ്പോയി. റോള് വേറെ ആർക്കോ കൊടുത്തിരിക്കാം, അല്ലെ ആ ഡയറക്ടർക്ക് എനിക്ക് നേരത്തെ അറിയാവുന്ന ഡയറക്ടറാണ് അദ്ദേഹം. അന്നത്തെ അത് കത്തി നിന്നൊരു തിരക്കഥാകൃത്തും ഡയറക്ടറും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ചാൻസ് ചോദിക്കാൻ പണ്ട് ഞാൻ പോകുമ്പോൾ ഞാൻ കൈയെടുത്ത് തൊഴുതപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ മുഖം തിരിച്ച് പിന്നെ എന്നെ നോക്കും, പിന്നെയും ഞാൻ തൊഴുത് കാണിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളെ അപമാനിക്കുന്ന പോലൊക്കെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്. ചിലർക്ക് നമ്മളെ കാണുമ്പോൾ രൂപം ജാടയുടെ ആയിരിക്കാം, നമ്മൾ ഉള്ളിൽ എത്ര പഞ്ചയാന്നുള്ളത് പ്രകടമാകുന്നില്ല, പ്രകടമാക്കി ഞാൻ കൊടുക്കുന്നുമില്ല. അപ്പോൾ ഇവൻ ജാടയാന്ന് ഒറ്റ നോട്ടത്തിൽ കിട്ടിയത് കൊണ്ട് അദ്ദേഹത്തിന് തോന്നിയതായിരിക്കാം ഒരു പക്ഷേ എന്നെ അന്ന് അപമാനിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് മമ്മൂക്ക പോയി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നടന്നില്ല. ഇതിനകത്ത് പോസിറ്റീവായിട്ട് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, ഒരാൾ പാര പണിതുകൊണ്ട് നമ്മുടെ വേഷങ്ങൾ പോയി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു എത്രയും മെഗാസ്റ്റാർ റെക്കമെൻഡ് ചെയ്തിട്ട് നടന്നില്ല എന്ന് പറയുന്നതും തിരിച്ചറിയേണ്ട കാര്യമില്ലേ. ഇതിനകത്ത് തീരുമാനിക്കുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ. അദ്ദേഹം തീരുമാനിച്ചാൽ എല്ലാം നടക്കും, തടയാൻ ആരുമില്ല. കിട്ടുന്നത് ആർക്കും തട്ടിപ്പറിക്കാനും പറ്റത്തില്ല, കിട്ടും. ഇതൊക്കെ ഈ സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ സീരിയലിൽ നിന്നൊക്കെ വിട്ട് നിൽക്കാനായിട്ടൊരു ഫാക്ടർ ആയിരിക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? അല്ല, തീർച്ചയായും ഇത് പ്രകൃതി ഒരുക്കുന്ന, ഭഗവാൻ ഒരുക്കുന്ന ഒരു കാര്യമാണല്ലോ. അതായത് ഇതിപ്പോൾ നമ്മൾ ഭാഗവതമൊക്കെ ഒരു പാരായണം ചെയ്യുന്നതുകൊണ്ട് പറയാം, അർത്ഥം വേണമെങ്കിൽ അർത്ഥം വന്നാൽ 16 അനർത്ഥം കൂടെ വരും എന്നാ പറയാം. അർത്ഥം എന്ന് പറഞ്ഞാൽ പണമാണ്, ബാഹ്യമായ സമ്പത്ത് വരുമ്പോഴത്തേക്ക് ഒന്നുമില്ലാതിരിക്കുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ചട്ടിയിൽ കഞ്ഞി കാണും, കുടിക്കും, അമൃതാണ്, ബിരിയാണിയെക്കാട്ടിലും ഗുണം ഉള്ളതാണ്. ഈ ഗുണമുള്ളത് പോയിട്ട് പിന്നെ ബിരിയാണി വരും. അതുണ്ടാക്കുന്നവനും വാങ്ങിക്കാൻ വരുന്നവനും സൗഹൃദങ്ങൾ വരും. പിന്നെ പ്രേമം വരും, പ്രേമിച്ചവനെ ഇങ്ങോട്ട് സൽക്കരിക്കാൻ ഒരുത്തം വരും, അവിടെ കൊണ്ട് കൊട്ടേഷൻ കൊടുക്കാൻ ഒരുത്തം വരും. പല 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 അനർത്ഥങ്ങൾ വന്നിട്ട് നമ്മൾ അതിലേക്ക് വ്യാപരിപ്പിക്കും. ഈ പണം നമ്മളെ ആത്മീയതയിൽ നിന്ന് ഏറ്റവും ദൂരത്തേക്ക് കൊണ്ടുപോകുന്നൊരു സാധനം. അപ്പോൾ എന്നെ ഈ ലൗകികതയുടെ ഇത്രയും ശ്രേഷ്ഠെന്ന് എല്ലാ ലോകങ്ങളും ഉറ്റുനോക്കുന്ന മെഗാ സൂപ്പർ നക്ഷത്രങ്ങളുടെ അകത്തേക്ക്, ഈ തിയേറ്ററിനകത്ത് നിന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ കണ്ടതെല്ലാം വൈകൃതങ്ങളും വിരൂപതകളും നികൃഷ്ടതകളും പറ്റിക്കലുകളും. പച്ചയ്ക്ക് എല്ലാവരും അങ്ങനെ ആണെന്നല്ല കേട്ടോ, എൻ്റെ അനുഭവം പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് നീ ഇങ്ങോട്ട് വാടാ, നീ വിളക്കത്ത് വാ, നിന്നെ എനിക്കാണ് വേണ്ടതെന്ന് ഭഗവാൻ പറയുന്നു, മുല്ലക്കലമ്മ പറയുന്നു എന്നാണ് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. അതിനകത്ത് ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. അതെല്ലാം എനിക്ക് കിട്ടിയ ക്ലാസ്, എനിക്ക് കിട്ടിയ ഗുരുമുഖത്തു നിന്ന് കിട്ടിയ ദക്ഷിണ, അല്ല പാഠം പോലെ ഞാനത് സ്വീകരിക്കുന്നേ ഉള്ളൂ. അവരൊക്കെ അവരവരുടേതായ രീതിയിൽ ജീവിച്ചോട്ടെ, അനുഭവിച്ചോട്ടെ, ഒന്നും എൻ്റെ വിഷയമല്ല. ഈ പല അനുഭവങ്ങളും പറയുമ്പോഴേ ഇപ്പം നമ്മുടെ ലൈഫിൽ ഓർക്കുമ്പോൾ ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല, അതെന്തായിരിക്കും? ഈ ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ട്രോമ എന്തായിരിക്കും ശരിക്കും? അല്ല, ട്രോമ എന്ന് പറയാനായിട്ട് നേരത്തെയൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിൽ, ഒന്നാമത്തെ കാര്യമേ ഇപ്പോഴത്തെ പിള്ളേർ അപ്പൻ്റെ ഇത് പോക്കറ്റ് മണി വാങ്ങിച്ചിട്ട് വെൽ ഡ്രസ്സിൽ വലിയ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷൻ്റെ അപ്പുറത്തെ ലോഡ്ജ് വലിയ ഹോട്ടലിൽ പോയി താമസിച്ച് അവിടെ ട്രൈ ചെയ്യുന്ന പോലെ അല്ല. വണ്ടിക്കൂലി ഇല്ലാതെ, കുടുംബ വാടക കൊടുക്കണം, പിള്ളേരുടെ പഠിത്തം നോക്കണം, പ്രാരബ്ധം, നല്ല ആഹാരമില്ല, 500 രൂപ ഒപ്പിച്ചുകൊണ്ട് പൊള്ളാച്ചി വരെ പോകുമ്പോൾ സോഡാരങ്ങ കുടിക്കാൻ കാശില്ലാതെ അലഞ്ഞിരിഞ്ഞ് പോകുന്നത് ചെറുപ്പമില്ലേ. വിശന്ന് വലഞ്ഞ് അടുത്തൊരു ചാൻസ് ചോദിക്കാൻ പോകുന്നതും ആ കിട്ടിയത് ചെയ്യാൻ പോകുന്നതും, അത് ചെയ്ത് കഴിയുമ്പോൾ ആ 50,000 എഴുതിയെടുത്ത കൺട്രോളർ 500 രൂപ വണ്ടിക്കൂലി തന്നു വിടുന്നതൊക്കെ നമുക്ക് ട്രോമയാണ്. ഭയങ്കര സ്വയം കുത്തിച്ചാകാനോ ആ ചെയ്തവനെ കുത്തിക്കൊല്ലാനോ തോന്നിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയില്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ മെരുക്കപ്പെട്ട് കുടുംബത്തെ ഓർത്തോ ദൈവത്തെ വിചാരിച്ചോ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഇതിനൊക്കെ പ്രതികരിച്ച് വെട്ടിക്കൊല്ലുന്നൊരു തീവ്രവാദിയായി പോകത്തില്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ശരിക്കും അത്രത്തോളം നമ്മളെ സ്വയം അടിച്ചമർത്തി അത്രത്തോളം ഓപ്പോസിറ്റ്
ക്രിയകൾ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട്. ഇതൊന്നും അല്ല, പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആരോടും പറയാൻ പാടില്ല, മീഡിയയോടും പറയാൻ പാടില്ല, വ്യക്തികളെയും പേരെടുത്ത് പറയാൻ പാടില്ല. അവരിന്ന് വേറൊരു അവസ്ഥയിലും ഒരുപാട് ബന്ധുവലയങ്ങളിലും വേറൊരു സ്വർഗീയമായ ജീവിതത്തിൽ നിൽക്കുമ്പോൾ നമ്മളൊരു പേര് പറഞ്ഞൊരു കരടെടുത്തിട്ടതുപോലെ നാറ്റിക്കുന്നതും അപമാനിക്കുന്നതും തെറ്റാന്ന് അറിയാവുന്നതുകൊണ്ടാണ്. നമ്മുടെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചു, അവർ ചെയ്തു, അവർ അതിൻ്റെ അതിൻ്റെ തിരിച്ച് പ്രതിഫലം അവർ അനുഭവിക്കുന്നതിൽ പ്രകൃതിയാൽ ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ. പലതും ഞാൻ കാണുന്നുണ്ട്, കണ്ണുമുമ്പിൽ അത് തെളിവായിട്ട് വരുന്നുണ്ട്. നമുക്കതിൽ പങ്കില്ല. ഇപ്പോൾ ചോദിച്ച ട്രോമ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മറക്കാൻ പറ്റാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും എൻ്റെ ശബ്ദമോ എൻ്റെ എക്സ്പ്രഷനോ എൻ്റെ കൈ ചലനങ്ങളോ കാണുമ്പോൾ അറിയാം അത് എത്രത്തോളം ഇന്നും അത് പറയുമ്പോൾ പ്രതിഫലിക്കുന്നു എന്നുള്ളത്. കേൾക്കുന്നവർക്ക് അത് എത്ര സിമ്പിളാണെന്ന് എനിക്കറിയില്ല, അനുഭവിച്ചവർക്ക് അതൊരു ഭീകരതയാണ്, മാനസികമായ ഒരു കൊലപാതകമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും ടയർഡായിട്ട് അടുത്ത് പോയിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത, ഇപ്പം ഞാൻ പോറ്റുന്നൊരു ഒരുപാട് റിയാലിറ്റി ഞാൻ പറയാം. ഒരു സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയായ ഒരു പെങ്ങളെ, ഭർത്താവ് മരിച്ചൊരു പെങ്ങളെ വീട്ടിൽ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് അല്ലേ. അവളുടെ ആരെങ്കിലും മിസ്യൂസ് ചെയ്യാനായിട്ട് വരുന്നതോ അല്ലെങ്കിൽ അവളുടെ കുഞ്ഞിന് വയറിളക്കം പിടിച്ചാലോ ഒക്കെ ഞാൻ ആ പൊള്ളാച്ചി ഇരുന്നിട്ടും എനിക്ക് വയറിളകത്തില്ലേ? എൻ്റെ മെൻ്റലി അത് ഇളകത്തില്ലേ? ഞാനൊരു കുടുംബനാഥനല്ലേ. ഇത്രയും പ്രശ്നങ്ങളെ താണ്ടി നമ്മൾ ചിരിക്കുകയോ പാട്ടുപാടുകയോ അഭിനയിക്കുകയോ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇടയിൽ അവിടെയുള്ള വൈകൃതങ്ങൾ കൂടെ ഓർക്കണം. ഇതിനെയും താണ്ടി നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഒന്ന് ക്ഷീണിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വഴി ക്യാമറമാൻ പോയത്, ഞാൻ കണ്ടില്ല. അയാൾക്ക് അത് വലിയ പ്രശ്നം. അയാൾ ഉടനെ 2 പടമായില്ല അപ്പോഴത്തേക്ക് ജാടയായെന്ന് പറഞ്ഞ് അസിസ്റ്റൻ്റേ പറഞ്ഞു. അസിസ്റ്റൻ്റ് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞാൽ ഇവൻ വെള്ളത്തിൽ വീണ പഞ്ഞി പോലത്തെ ഒരു പാവമാണെന്നൊക്കെ അറിഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടാ നീ സാറ് വന്നപ്പം എഴുന്നേറ്റില്ല മിണ്ടിയില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ കണ്ടില്ല അവനെ, തലവേനായിട്ടിരിക്കുകയായിരുന്നു പറഞ്ഞു. പിന്നെ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ഒരു നായിക എൻ്റെ മുഖത്തടിക്കുന്ന ഒരു സീൻ വന്നു, ഷോട്ട് വന്നു. അപ്പോൾ ഞാൻ നേരത്തെ വീമ്പിളക്കിയതല്ല, ഈ 25 വർഷമായിട്ട് ഒരൊറ്റ ഷോട്ടിൽ ഒരു ടേക്കിൽ ഓക്കെ ആക്കുന്ന ആർട്ടിസ്റ്റാണ് ഞാനെന്ന് എനിക്ക് അവസരം തന്ന ഗുരുനാഥന്മാരോട് ചോദിച്ചോളൂ, അത് സത്യമാണെന്ന് ഞാൻ പറഞ്ഞത് ഗർവിലല്ല, സത്യമാണ്. അതിൻ്റെ കാരണം എൻ്റെ ആത്മാർത്ഥതയും എൻ്റെ പ്രാരാബ്ധവുമായിരുന്നു. കഴിവെന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതാണ് സത്യം. പക്ഷേ ഇവിടെ മാത്രം 12 ടേക്ക് ഞാൻ എടുത്തു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു അടി വാങ്ങിക്കാൻ. അപ്പോൾ ഒരു അടി എന്ന് പറഞ്ഞ് ഇങ്ങനെ വീശിയാൽ അന്നത്തെ ചെറിയ എക്സ്പീരിയൻസിൽ എനിക്ക് ഇങ്ങനെ മുഖമെടുത്തിട്ട് ഇങ്ങനെ എടുത്താൽ ആ എക്സ്പ്രഷൻ വരും. അതിന് മുമ്പ് കണ്ണ് കലങ്ങുന്ന വേണ്ടി ഗ്ലിസറിൻ ഞാനിങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ എടുക്കും, കണ്ണിങ്ങനെ ആ എക്സ്പ്രഷൻ ഞാനവിടെ കാണിച്ചു. പക്ഷേ ആ സമയത്ത് നോക്കുമ്പോൾ ഈ ക്യാമറമാനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, ആ ഷോട്ട് മാത്രം ശരിയായില്ല. ഉടനെ തിരിച്ച് 3ാമത്തെ പ്രാവശ്യം ശരിയായില്ല, പുതിയ നായികയാണ്. അപ്പോൾ പുള്ളി പറയാം കൊണ്ടാലും കുഴപ്പമില്ല, അത് ടേക്ക് ഓക്കെ ആകട്ടെ, എന്തും ഇത് കാണിക്കുന്നത് എന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ആത്മാർത്ഥത കൂടുതല എല്ലാ കാര്യത്തിലും ഇപ്പോഴും. അപ്പം ഞാൻ പറഞ്ഞു മോളെ കൊണ്ടാലും കുഴപ്പമില്ല, നീ അടിച്ചോ, ധൈര്യമായിട്ട് അടിക്കുക. അപ്പം ഞാൻ ധൈര്യം കൊടുത്താലല്ലേ അവൾക്ക് അടിയും. അവൾ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പെരുത്ത അടി 12 ടേക്കിൽ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ശവം, അയാൾ ഒരു ബോഗി, അയാൾ മാത്രം ആനന്ദിക്കുന്നു, ഞാൻ എൻ്റെ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും വെച്ചിട്ട് ഞാൻ അഭിനയിക്കുന്നു, അതിന് വിട്ടുകൊടുക്കുന്നു, എൻ്റെ മുഖത്ത് അടി വാങ്ങിക്കുന്നു. പക്ഷെ അത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഈ അടിക്കുമല്ലോ, എവിടെയൊക്കെയാണ് നമുക്ക് ചതിവ് പറ്റി, എവിടെയൊക്കെയാണ് നമ്മൾ മണ്ടത്തരം കാണിച്ചതെന്ന് ആലോചിക്കുമ്പോൾ ഇന്നും എൻ്റെ ഫേസിൽ ആ ക്യാമറയിൽ നിന്ന് ഇങ്ങനെ വന്ന് റീടേക്ക് എടുക്കുന്നതുണ്ട്. ആ ഡയറക്ടറെ അവിടെ കാണാനില്ല. അപ്പോൾ ആ ഷോട്ടിന് മാത്രം ഡയറക്ടറെ മാറ്റിയിട്ട് ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്യാൻ വന്നു. എന്തുകൊണ്ട്? തളർന്നിരുന്ന ഞാൻ മുഖമുയർത്തി ഇയാളെ നോക്കിയില്ല, വിഷ് ചെയ്തില്ല, വന്നപ്പോൾ എഴുന്നേറ്റില്ല എന്ന് ഒരൊറ്റ കാരണത്തിന് നായികയെ കൊണ്ട് 12 അടി അടിപ്പിച്ചപ്പോൾ ഇന്നും അയാൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ ഇന്നും സന്തോഷമായിട്ടിരിക്കും, അയാൾക്ക് കിട്ടിയ സന്തോഷത്തിൽ ഞാനും സന്തോഷിക്കുന്നു. പല ആൾക്കാരുടെയും ഈഗോയ്ക്ക് ഇരയായിട്ട് വന്നിട്ടുണ്ടല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ? അല്ല അത് പക്ഷെ ഇവിടെയൊന്നും ഒരു പെണ്ണ് വിഷയം, വെള്ളവടി വിഷയം, സമയനിഷ്ഠക്കുറവ്, പറയുന്നത് മുഖത്ത് വരുന്നില്ല, അഭിനയിക്കുന്ന, ഇങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് നോക്കുമ്പം മൈനസ് എന്ന് പറയാൻ ഒന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിട്ടില്ലെന്നുള്ളത് മുല്ലക്കലമ്മ സാക്ഷിയായിട്ട് ഞാൻ പറയും. ഒരിടത്തും ഒരു കശപിച്ച കാശ് തന്നില്ല, പറ്റിച്ചു എന്ന് പറഞ്ഞ് അറിഞ്ഞിട്ട് പോലും കുത്തിന് പിടിക്കുകയോ തട്ടി ചോദിക്കുകയോ ചെയ്യാതെ വരണമെങ്കിൽ ഞാൻ എത്ര പഴമിഴുങ്ങിയാണ്, എത്ര പൊട്ടനാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇതെൻ്റെ കർമ്മഫലമാണ്. എല്ലാ പാരകളും, എല്ലാ പറ്റിക്കൽ രാജാക്കന്മാരും, എല്ലാ വൈകൃതങ്ങളും നമ്മുടെ നെഞ്ചത്തോട്ട് വരണമെങ്കിൽ അങ്ങനെ വിശാലമായിട്ട് താങ്ങാൻ കെൽപ്പുള്ളിടത്തെ ഭാരം വെച്ച് കൊടുക്കത്തുള്ളൂ ദൈവം. അത് നമുക്കുണ്ടായിരുന്നല്ലോ, മുതുകത്ത് വെക്കാനും തന്നു, അത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് നെഞ്ചത്തോട്ട് ഇവരെല്ലാവരും തന്നു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ആരും വേണ്ട, എൻ്റെ പൊന്നമ്മേ നീ മതി എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൈവെള്ളയിലേറ്റ് മടിയിലിരുത്തി പൊന്നുപോലെ മുല്ലക്കലമ്മ നോക്കുന്നു, ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു. കുറേ നേരമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു അടുത്തൊരാൾ ഇങ്ങനെ മിണ്ടാണ്ട് പൂച്ചക്കുട്ടീനെ പോലെ ഒന്നും മിണ്ടാണ്ടിരിക്കുക. ചേച്ചി
ഇതൊക്കെ ഇപ്പോഴാണോ കേൾക്കുന്നത്? ഞാൻ ക്യൂരിയസ് ആയിട്ട് ഇതെല്ലാം കേട്ടിരിക്കണ പോലെയാണ് ചേച്ചി ഇരിക്കുന്നത്. എന്നൊക്കെ ഇപ്പോഴാണ് ഇതൊക്കെ കേൾക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടൊന്നുമില്ലേ? ഇല്ല, അങ്ങനെ ഷെയർ ചെയ്യാറില്ല. പുറത്തു പോയ എന്ത് കാര്യം അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് വിഷമായി പോവെന്നുള്ള വിചാരിച്ചിട്ടായിരിക്കും അല്ലേ? അപ്പൊ ഇന്റർവ്യൂസിനകത്ത് പറയുമ്പോഴാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ചേച്ചി ശരിക്കും നാടെവിടെയാ? കൊല്ലത്ത്. ഇപ്പൊ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 17 വർഷമായി. എങ്ങനെയുണ്ട് 17 വർഷത്തില് ഈ ജീവിതം? വളരെ ഹാപ്പി ആയിട്ട് പോകുന്നില്ല? ഏറ്റവും ഇപ്പൊ നമ്മളിങ്ങനെ പറയത്തില്ല, ഇപ്പൊ അന്ന് കല്യാണം കഴിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ ഇന്ന് എത്തി നിൽക്കുമ്പോ ഏറ്റവും പോസിറ്റീവായിട്ട് കാണുന്ന കാര്യം എന്തായിരിക്കും? പറ ചേച്ചിയാ, ഒന്ന് കേക്കട്ടെ ശബ്ദം ഞങ്ങള്. ഇങ്ങനെയാണോ ചേട്ടാ? ചേച്ചി അങ്ങനെ അധികം മിണ്ടേയില്ല? അങ്ങനെ വീട്ടിൽ സംസാരമില്ല അധികം. ഈ കാര്യങ്ങളൊക്കെ പറയും, അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അപൂർവമായിട്ട് എന്തെങ്കിലും ഒന്ന് കുറ്റപ്പെടുത്തി പറഞ്ഞാൽ കൊച്ചാന്ന് അവിടെ കേൾക്കാം, അല്ലാതെ ഒന്നും പറഞ്ഞു അവിടെ കേൾക്കാം. ഒറ്റയ്ക്ക് കൊച്ച അത് ചെവിയിലും ഭൂതക്കണ്ണ വിഷയം എനിക്ക് പിടിക്കത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്തെങ്കിലും പറയട്ടെ വെച്ചിട്ട് ഈ 2 കൈ കൂട്ടിയടിച്ചാലേ ശബ്ദം വരുള്ളൂ എന്ന് പറയുന്ന പോലെ ഇപ്പുറത്തേക്ക് ഇല്ല അല്ലേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ ചേച്ചി. എന്താ ചോദിച്ചേ? മറന്നു. ഇപ്പൊ ഈ 17 വർഷത്തിൽ കണ്ട ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്താണെന്ന്? നല്ലൊരു ജീവിതം. ഇതെല്ലാം ഒറ്റ വാക്കിലുള്ളൂ. ഇത് മറ്റേ നമ്മള് പരീക്ഷ എഴുതുമ്പോ ആദ്യത്തെ 10 എണ്ണത്തിൽ വരുന്ന ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാതുള്ള ചുരുക്കി ഉത്തരം എഴുതി നമ്മൾ പോവാം. ചേട്ടാ, ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ നമ്മൾ ഈ സിനിമ അല്ലെങ്കിൽ സീരിയൽ കരിയറിൽ ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വന്നത്, സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ കുറേ ഫോട്ടോസ് ഉണ്ടാവും, അതിനെ റിലേറ്റ് ചെയ്തുള്ള ഫോട്ടോസ് കാണും. ഇവിടെ ഞാൻ അങ്ങനെ കയറി വന്നപ്പോൾ അങ്ങനെ ഫോട്ടോസ് ഉണ്ടല്ലോ, ഫാമിലി ഫോട്ടോസാണ് ഞാൻ പിന്നെയും കണ്ടത്. പിന്നെ ആകെപ്പാട് ഞാൻ അവിടെ വിജയമായിട്ടുള്ള ഒരു ഫോട്ടോ മാത്രമാണ് കണ്ടത്. അതാണ് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണോ ആ ഫോട്ടോ മാത്രം ഉള്ളത്? അല്ല, അതെ, ആ ചോദ്യത്തിന് ഞാനൊരു ഉത്തരം പറഞ്ഞാൽ, ഞാൻ സ്വയം അംഗീകരിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, ദൈവം തന്ന ഗിഫ്റ്റായിട്ട് ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് ജന്മനാലെ ജാതീയ വർഗീയ ഈ മതപരമായ ചിന്തയില്ല. ഞാൻ ഏത് കുലമാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളതല്ല, എൻ്റെ തലയ്ക്കകത്തോ മനസ്സിനകത്തോ ഇല്ല. രണ്ടാമത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് ലോക നന്മയെന്നുള്ള ഒഴിച്ചാൽ വേറെ ഈ കൊടി, കളറ്, ഇംഗ്ലാവ് ഇതൊന്നും എൻ്റെ ലിസ്റ്റിലില്ല. അപ്പോൾ വോട്ട് ചെയ്യാൻ പോലും, നമ്മൾ മരിച്ചവർക്ക് വോട്ട് ചെയ്യാൻ വരെ ഇവിടെ ആളുള്ളപ്പോൾ അത് പോകണ്ടെന്ന് പറഞ്ഞ് വളരെ കാലം ഞാൻ പോകാതെ ഇരുന്നിട്ടുണ്ട്. വോട്ട് ചെയ്യുന്നതേ ഇരുന്നിട്ടുണ്ട് വർഷങ്ങളോളം. പിന്നെ വ്യക്തിപരമായിട്ട് നമ്മളെ വീട് തേടി വന്ന് നമുക്കറിയാം നല്ല മനുഷ്യൻ തോന്നുന്നവർക്ക് മാത്രം കൊടിയോ ഇതോ നോക്കാതെ ഞാൻ വോട്ട് ചെയ്തിട്ടുമുണ്ട്. ഇല്ലെന്നല്ല, പക്ഷേ എനിക്കതില്ല. ആ പറഞ്ഞതുപോലെ തന്നെ ചോദിച്ച ചോദ്യം എന്താണ്? വിജയുടെ ഫോട്ടോ. എനിക്ക് ജന്മനാലെ സിനിമ എല്ലാ ദിവസവും കാണുന്ന ഒരാളായിട്ട് പോലും സിനിമ ഇഷ്ടമാണ്, അതിൽ അഭിനയിക്കുന്നവരെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തേക്ക് ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ലക്ഷം കണക്കിന് ആൾക്കാർ പാതിരാത്രിയിൽ മൈക്കും പിടിച്ച് വരുന്ന തെറി പറയുന്നവരുടെയൊക്കെ പുറകെ വരുന്ന പോലെ ഒരു സ്വപ്നതുല്യമായ ഒരു ആൾക്കൂട്ടം, ബഹളം, ഒരു അട്രാക്ഷനൊക്കെ ഇല്ലേ, ഭ്രാന്തമായ. അതിൻ്റെ 100-ൽ 1 അംശം പോലും വലിയ മഹാനടന്മാരെ കണ്ടപ്പോലും എനിക്ക് തോന്നാറില്ല. ഇപ്പോഴല്ല, പണ്ടേ. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഇവിടെ നിന്നൊക്കെ ഹൈദരാബാദിൽ നാട് വിട്ട് പോയ സമയത്ത് ഗ്രൂപ്പ് ഡാൻസറായിട്ടും ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ചിരഞ്ജീവി ബഹുമാന്യം ചേർത്തോളൂ കേട്ടോ, ചിരഞ്ജീവി, ശ്രീദേവി, അജയ് ദേവ്ഗൺ, ഈ സുനിൽ ഷെട്ടി, ഇവരുടെയൊക്കെ പടത്തിൽ, നാഗാർജുനയുടെയൊക്കെ പടത്തിൽ നമ്മൾ 150 രൂപയ്ക്ക് അന്ന് വർക്ക് ചെയ്യാനൊക്കെ പോകും. അന്ന് ക്യാമറയിൽ ഫോട്ടോ എടുക്കാം, മൊബൈൽ ഇല്ലെങ്കിലും എല്ലാവരും എടുക്കും. ഞാനിങ്ങനെ മാറി നിൽക്കത്തേ ഉള്ളൂ. അജയ് ദേവ്ഗണും സുനിൽ ഷെട്ടിയൊക്കെ എനിക്ക് തോന്നുന്നു അവർ വന്ന സമയമാണ്, 90-കൾക്ക് മുമ്പ്, തൊട്ട് മുമ്പ്. അപ്പോൾ ശ്രീദേവി, ചിരഞ്ജീവി അവരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ക്രൗഡിൽ. ആ കാമ്പൗണ്ടിൽ നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഒരു വിരോധവും ഇല്ല. വിജയശാന്തി എല്ലാവരും ഉണ്ട്. അപ്പോൾ അന്നത്തെ ടോപ്പായിട്ടുള്ളവർ ഇവിടെ വരുമ്പോൾ മമ്മൂട്ടി, ലാലേട്ടൻ, മമ്മൂക്ക, ലാലേട്ടൻ എല്ലാവരും ഉണ്ടെങ്കിലും അവരോടൊരു കൗതുകം എനിക്ക് തോന്നിയിട്ടില്ല. ബഹുമാനമുണ്ട്, പക്ഷെ മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു സാധനം എൻ്റെ ഇല്ല. അതുകൊണ്ട് എനിക്ക് ഫോട്ടോ എടുക്കണം, സൂക്ഷിക്കണം, കാണണം, അതിലൊരു അന്തസ്സം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ അത് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇൻസൾട്ട് ചെയ്തതായിട്ടും ഇവൻ ജാടയായിട്ടും അഹങ്കാരിയായിട്ടും വക്രീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പാരകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ചിലരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്നെ കണ്ടപ്പോൾ ഞാൻ ജാടയം തോന്നിയുണ്ട്, അപേക്ഷ കൊടുക്കണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പല നേരത്തെ സൂചിപ്പിച്ച പോലെ ശമ്പളം വെട്ടിക്കുറച്ചതോ, ഇങ്ങനെ പല പാരകൾ അവരവരുടെ മനോവൈകല്യത്തിനനുസരിച്ച് ഇങ്ങോട്ട് വരുന്നതാണ്. എൻ്റെ മനസ്സിലൊരു വൈകല്യവും ഇല്ല, മനസ്സിലായില്ലേ? നമ്മൾ പക്ഷെ പറഞ്ഞാലേ അറിയുന്നുള്ളൂ, ഈ കേൾക്കുന്നവരെ പോലും, അല്ലാതെ ഒരാൾക്ക് അറിയില്ലല്ലോ. എനിക്ക് ഇപ്പോഴും പക്ഷേ ഇപ്പം ഞാൻ അമ്മയിൽ മീറ്റിങ്ങിന് പോകുമ്പോൾ ലാലേട്ടൻ്റെ കൂടെയൊക്കെ നിന്ന് എല്ലാവരും എടുക്കും. പിന്നെ എൻ്റെ കൂട്ടുകാരും ആരെങ്കിലും പറയും
ഫോട്ടോ എടുക്കണം, അവൻ എടുക്കണം എന്ന് പറയും. അപ്പോൾ നീ നിൽക്കി ലാലേട്ട ഒന്ന് എടുക്കുമെന്ന് പറയുന്നതിനേക്കാളും ഞാനും കൂടെ പോയി നിന്ന് എടുക്കും, ഞാനും നിന്നെടുക്കും. ഇപ്പം ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. വരുന്നത് വെച്ചാൽ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടെ തന്നെയല്ല, അതിനെന്താ നമ്മുടെ കോ ആർട്ടിസ്റ്റ് അല്ലേ എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ എനിക്ക് ജന്മനാൽ അങ്ങനൊരു വാസനയില്ല, കൗതുകം. ഇവർ വന്നു ഓഹോ. ഇപ്പം ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ ഉദ്ഘാടനത്തിനൊക്കെ ഓരോരുത്തർ വരുമല്ലോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വേറെയല്ലേ, മുഴപ്പും തഴപ്പും ഉള്ളവരെയൊക്കെ ഉദ്ഘാടനം വിളിക്കുക, അതിൽ പകുതി കാണിക്കുക പകുതി കാണിക്കാതെ വെളിയിലിടുക. അതിന് കൂക്ക് വിളിക്കാനും ആർപ്പ് വിളിക്കാനും വീഡിയോ കവർ ചെയ്യാനും കുറേ ആൾക്കാർ വരിക. ഞാനിത് കാണുമ്പോഴത്തേക്ക് അപ്പം നമ്മൾ ഈ വലിയ വലിയ മഹാമാരെ കണ്ടിട്ട് പോലും പുറകെ പോയിട്ടില്ലല്ലോ ദൈവമേ. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞൊരു ക്വാളിറ്റിയാണ് എന്നെ സംബന്ധിച്ച്. മനസ്സിലായില്ലേ? ഇതൊക്കെ താൽക്കാലിക ഇത്തരത്തിലല്ലേ ഉള്ളൂ ഈ കുറേ അല്ലേ. സത്യത്തിൽ ആടുന്നിടത്തോളേ ഉള്ളൂ ഈ കൂട്ടമൊക്കെ. ആട്ടം നിന്ന് കഴിഞ്ഞാൽ എന്ത് മമ്മൂക്ക എന്ത് ലാലേട്ടൻ ഇതിനെക്കാട്ടും വലുതായിട്ട് തിളങ്ങി നിന്നതല്ലേ പ്രേമനസീർ അദ്ദേഹമൊക്കെ. കാലം കഴിഞ്ഞപ്പോൾ ആരാ ഓർക്കുന്നത്? വേണ്ട ഇപ്പോഴും ജീവനോടെ മധുസാർ ഇരിപ്പുണ്ടല്ലോ. എത്ര പേരെ ഫോട്ടോ എടുക്കാൻ പോകുന്നത്, ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്, തുരുത്തുരാന്ന്. ആടുന്നിടത്ത് പോകും കൂട്ടം. ആട്ടം നിന്ന് കഴിയുമ്പോൾ ഒരൊറ്റ കൂട്ടം കാണത്തില്ല. സത്യമല്ലേ? വിജയ് ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് വരികയാണല്ലോ. അപ്പം എന്ത് തോന്നുന്നു? പണ്ട് കൂടെ അഭിനയിച്ച ആളാണ്. വിജയ് നായകനായിരുന്ന സമയത്ത് ഏകദേശം ഒരു സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ച ഒരാളാണ്. അപ്പൊ അവരുടെ എക്സ്പീരിയൻസും അതൊക്കെ വെച്ചിട്ട് എന്ത് തോന്നുന്നു? വിജയിക്കുമോ? എല്ലാവരും പല പല രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് തോന്നുന്നു? അതിന് ഞാൻ മറുപടി പറയണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ കക്ഷി രാഷ്ട്രീയത്തെക്കാൾ ഉപരി ലോക നന്മ മാത്രമേ ഉള്ളൂ എൻ്റെ രാഷ്ട്രീയം. രാഷ്ട്രത്തിന്റെ വേണമെങ്കിൽ രാഷ്ട്രത്തിന്റെയും നന്മയെന്ന് പറയാം. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പാകിസ്ഥാനും ചൈനയൊന്നും പട്ടാളവും വേലിയൊന്നും ഇല്ലാതെ പറവകളെ പോലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരു നന്മയുള്ള ഒരു ലോകം കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നിവൃത്തിയില്ല, അവിടെ അവരൊക്കെ നിന്ന് രക്ഷിച്ചേ പറ്റൂ, ശിക്ഷിച്ചേ പറ്റൂ. ഓക്കെ, വിജയെ മാത്രമല്ല തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചും. കേരളത്തിലൊന്നും എന്തായാലും മമ്മൂക്കയും ലാലേട്ടനും ഇനി വരുന്ന പൃഥ്വിരാജും മറ്റുള്ള കുഞ്ചാക്കോ ഒന്നും മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കത്തില്ല, നടക്കത്തുമില്ലെന്ന് വെച്ചു. പക്ഷെ അവിടെ കുറേ പൊട്ടന്മാരായിട്ടുള്ള മന്ദബുദ്ധികളായിട്ടുള്ള കുറേ ജനങ്ങളുണ്ട്. അത് മുതലാക്കാൻ ഇവർ എന്ത് തകൃതിയും കാണിക്കും. ഇവർക്ക് വേണ്ടത് പണം, പദവി, ഈ വരുമ്പോഴും പോകുമ്പോഴും എഴുന്നേക്കുകയും ചെവി കടിക്കുകയും നക്കുകയും വീശിക്കൊടുക്കുകയും താങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടമില്ലേ. അതില്ലാതെ ജീവിച്ചാൽ ശവം പോലെയാണെന്നുള്ളതുകൊണ്ട് സിനിമയിൽ നിന്ന് പെൻഷനായ നേരെ മുഖ്യമന്ത്രി കിട്ടുമോയെന്നും നോക്കിയുണ്ട് ഇവരങ്ങ് നടക്കുക. അത് തന്നെ പിന്തുടരുന്ന എല്ലാവരും. തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ, കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇത് തന്നെ നടക്കുന്നത്. അതൊരു തരം ഈ പണത്തിനോടും പദവിയോടും ഒക്കെ ഉള്ളൊരു ആക്രാന്തം നിറഞ്ഞ ഒരു ലഹരിയില്ലേ, ഭ്രാന്തില്ലേ, അതാണത്. നമുക്കിതൊന്നും വേണ്ടത് പൊന്നച്ചോ എന്നുള്ളതായാലും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോഴും അഭിനയിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സൂര്യ ടി വിയിലേക്ക് ഒരു സീരിയലിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ തുറന്ന് തന്നെ സമ്മതിച്ചു, അഭിനയം നിർത്തിയതല്ല. അത് ഇപ്പം എന്താ ലുക്ക് എന്നാ ചോദിച്ചത്. താടിയുണ്ടോ, മുടിയുണ്ടോ? കാവ്യാണെങ്കിൽ കാവ്യയിൽ അമ്പലത്തിൽ പാതുക്കെ ഇരിക്കുന്ന നായികയെ കണ്ടിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്ന ദേവദൂതനെ പോലെ 3 സീനിൽ വരുന്നൊരു വലിയ കഥാപാത്രം എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. എൻ്റെ വേഷം രൂപം കണ്ടിട്ട് നിങ്ങൾ വിളിക്കേണ്ട, എൻ്റെ കഴിവ് കണ്ടിട്ട് വിളിക്കുന്ന എന്തെങ്കിലും വേഷം വരുവാണെങ്കിൽ അത് നമുക്ക് ഇതുവരെ ഉള്ള നെഗറ്റീവിനെ മറികടക്കുന്ന പോസിറ്റീവ് ആണെങ്കിൽ എല്ലാ തലത്തിലും, അക്കോമഡേഷൻ ആണെങ്കിലും ശരി, ട്രീറ്റ് ആണെങ്കിലും ശരി, വേഷമാണെങ്കിലും ശരി, ശമ്പളമാണെങ്കിലും ശരി, അങ്ങനെ കിട്ടാൻ യോഗ്യതയുണ്ട്. അതെനിക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ഒരു വേഷം വന്നാൽ മാത്രം ചെയ്താൽ മതിന്നേ. ഞാനില്ലെങ്കിൽ സിനിമയില്ലെന്നും സീരിയലില്ലെന്നും ഇല്ലല്ലോ, ഇഷ്ടംമാതിരി നടക്കും. നമ്മൾ ജഗതിച്ചാട്ടൻ പോയി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. ജഗതിച്ചാട്ടൻ ഇപ്പോഴും ഉണ്ട്, സിനിമ തകൃതിയായിട്ട് നടക്കുന്നുമുണ്ട്. ആർക്കും പകരമൊന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് ഈ രാഷ്ട്രീയവും അതിനുള്ള ആക്രാന്തം കാണിക്കുന്നവരോട് എതിർപ്പുമില്ല, താല്പര്യവുമില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടുന്നെങ്കിൽ വാങ്ങിച്ചു. പൊട്ടന്മാരാണ്. മന്ദബുദ്ധികളാണെങ്കിൽ മുട്ട അടിച്ചു കൊടുത്താൽ മതി, ചെണ്ടക്കോലിട്ട് അടിക്കാൻ ആൾ വരും. നമ്മളൊന്ന് തെളിഞ്ഞിരിക്കണം, ബുദ്ധി കൂർമ്മയായിട്ടിരിക്കണം. നമ്മളൊന്ന് മോനെ ഉറങ്ങുമ്പോൾ പോലും കാലാട്ടിക്കൊണ്ട് ഉറങ്ങണം, അല്ലെ കണ്ണൂർന്ന് ഉറങ്ങണം, ഇല്ലെങ്കിൽ കൊണ്ട് ചെതയിട്ട് കത്തിച്ചളയും. അത്രത്തോളം ഉള്ള ഒരു ആൾക്കാരും സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നേ. നമ്മളൊരു ഇച്ചിരി ജാഗ്രത, ശ്രദ്ധാവാൻ ലഭതമോക്ഷം എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന് ഏറ്റവും വേണ്ട ശ്രദ്ധയാണ്. ഇരിക്കുമ്പോഴും തിന്നുമ്പോഴും അപ്പിയിടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം സദാ ശ്രദ്ധ വേണം. ഒരു സാധനം ഇവിടെ വെച്ചാൽ ആ ശ്രദ്ധ വേണം. അതില്ലെങ്കിൽ എത്ര കോടി ഉണ്ടായാലും അത് ശ്രദ്ധയില്ലെങ്കിൽ അലക്ഷ്യമായി പോകത്തില്ലേ, നഷ്ടമായി പോകത്തില്ലേ. അതുപോലെ തന്നെ ഞാനൊരു അവസാനിപ്പിക്കുന്നതായിട്ട് പറയാം, ഏറ്റവും സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാ? ഞാൻ മോളോട് ചോദിക്കും. ഇത്ര നേരം എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ, ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാ? സമാധാനമുള്ളവനാണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. സമാധാനമാണോ ഏറ്റവും വലിയ സമ്പത്ത്? സമാധാനം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ. സമാധാനം ഉണ്ട്, പക്ഷെ പട്ടിണിയാണെങ്കിൽ കുഴപ്പമില്ല. വിശന്നാൽ സമാധാനം ഒരു മനുഷ്യൻ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണം? പണം വേണം. അല്ല, അതായത് പണം, ഒരുപാട് പണം എന്നല്ല, നമുക്ക് നമ്മുടെ അന്നുള്ള ജീവിതം കഴിഞ്ഞു പോകാനുള്ള പണം വേണം. പിന്നെ
സന്തോഷം വേണം, ഇതെല്ലാം നമുക്ക് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സമാധാനം വേണം. അതുകൊണ്ട് ഇതെല്ലാം ഉള്ളൊരു നല്ല ജീവിതത്തിന് സമാധാനം എന്നുള്ള ഒരൊറ്റ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്റെ ഉത്തരം ഞാൻ പറയാം. ഏറ്റവും സമ്പന്നൻ എന്ന് പറയുന്നത് തൃപ്തി എന്ന എഴുത്ത് ഉൾക്കൊണ്ട തൃപ്തിയുള്ളവനാണ് സമ്പന്നൻ. കോടികളുണ്ടായിട്ടും സൗന്ദര്യം ഉണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും സുഹൃത്വലയങ്ങളുണ്ടായിട്ടും സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ഉണ്ടായിട്ടും തൃപ്തിയില്ലെങ്കിൽ പിച്ചക്കാരനെക്കാട്ടിലും കേവലം എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും ചേട്ടൻ്റെ ഇത്രയും നേരം എനിക്ക് കേട്ടപ്പോൾ കുറേ കാര്യങ്ങൾ മറ്റേ ലേൺ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്തതുപോലെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ചേട്ടൻ്റെ ഇപ്പോഴത്തെ വേഷഭൂഷാദികൾ കണ്ടു വിളിക്കുന്നതല്ലാതെ ചേട്ടൻ്റെ കഴിവിനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇനി ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളുടെ ടീം മൊത്തം ഭയങ്കര ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. അനുഭവിച്ചാൽ എല്ലാം നടക്കും. താങ്ക് യു സോ മച്ച് വളരെ സന്തോഷം. ചേച്ചി, വളരെ സന്തോഷം. ഇത്രയും നേരം അധികം മിണ്ടിയില്ലെങ്കിൽ പോലും ആ ചിരി മായാതെ ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം ഒരു പ്രസൻസിൽ ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. എന്തായാലും ചൈതന്യോട് എനിക്ക് പറയാനുള്ളത്, സുമേഷിന്റെ കെയർ ഓഫിൽ വന്നുവെങ്കിലും ഇന്റർവ്യൂ ചെയ്തതും ചോദിച്ചതും ഒക്കെ വളരെ നീറ്റായിരുന്നു. വളരെ എന്താ പറയുക, നമ്മളൊരു ചോദ്യം ചോദിച്ച് പറയുന്നത് പോലെയൊന്നും നമ്മൾ തോന്നിയില്ല. അതെന്തോ ദൈവഗീതം പോലെ നമുക്കൊരു ചോദ്യം ചോദിക്കും 10 ഉത്തരം പറയുന്ന പോലെ എനിക്ക് തോന്നിയേ. ഞാൻ ഇച്ചിരി ഓവറായെന്ന് തോന്നിയതേ ഉള്ളൂ. പക്ഷെ മോള് കറക്റ്റ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. ഇനിയും കാണാം. ഓൾ ദ ബെസ്റ്റ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.